ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സിസ്റ്റമാണ് സ്കൂളിംഗ് സിസ്റ്റം. എൻ്റെ മകള് സ്കൂളിൽ പോയിട്ട് പഠിക്കണം എന്നുള്ളൊരു തോട്ട് എനിക്കിതുവരെ വന്നിട്ടില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ മോണ്ടിസറി സ്കൂൾസ് ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. മോണ്ടിസറി എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയാണ്. മോണ്ടിസറി നെവർ പ്രിപ്പയർസ് എ ചൈൽഡ് ഫോർ ദ ഫ്യൂച്ചർ കരിയർ. ഒരുപാട് മോണ്ടിസറി കൊടുക്കുന്ന ആ കോഴ്സ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടീച്ചറായിട്ട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഓർ മോർ ഓവർ ദാറ്റ് വേറെ ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഏരിയ ഏർലി ചൈൽഡ്ഹുഡാണ്. 0 to 6 ആണ് ഞാൻ എടുക്കുന്ന ഏജ്. ആ ഏജിലുള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഏത് ഏരിയയിലും മോണ്ടിസറി ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ മോണ്ടിസറി പഠിച്ചു കഴിഞ്ഞാൽ ഈ പേരൻറ്റിങ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമോ? ഞാൻ എൻ്റെ മോളോട് സംസാരിക്കുമ്പം എനിക്ക് ചില സമയത്ത് ദേഷ്യം വരുമായിരുന്നു. എനിക്കറിയാം ദേഷ്യം വരരുത്, ഞാൻ ദേഷ്യം പിടിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ദേഷ്യം തന്നെ വരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യും എന്ന് വിചാരിച്ചു എൻ്റെ ലൈഫ് ഭയങ്കര ഒരു സൂപ്പർ മോമി ലൈഫൊന്നും അല്ല. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരുന്നത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ആയിരിക്കും. പക്ഷേ ടീച്ചറിൻ്റെ അടുത്താണ് അവർ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ ബിഹേവിയറിൽ ഏറ്റവും കൂടുതൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുക ആ വീട്ടിലുള്ള ആളുകൾക്കാണ്. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് സ്കൂളിൽ നിന്ന് കിട്ടിയതാണെന്ന് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കാണാറില്ല. എല്ലാ കുട്ടികളും അവർ ഫുഡ് കഴിക്കണമെങ്കിൽ ഇപ്പോൾ കുഞ്ഞ് ജനിച്ച് കുറച്ചൊരു 2 വയസ്സ് മുതൽ അവർക്ക് ആഹാരം കൊടുക്കുമ്പം പേരൻസ് ഏറ്റവും കൂടുതൽ അവരെ അടക്കിയിരുത്തുന്നത് ഫോൺ കൊടുത്തിട്ടായിരിക്കും. കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ മുക്കാഭാഗം പ്രോബ്ലംസും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തതായിരിക്കും. ചില സമയത്ത് പറയില്ല, കുട്ടികൾ തുറന്ന കടലാസാണ്, എന്ത് വേണേൽ എഴുതാൻ പറ്റില്ല, അത് വേറെ കാര്യം. എന്നാലും നമ്മുടെ കുട്ടിയുടെ പേഴ്സണാലിറ്റിയിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന പീരീഡ് എന്ന് പറയുന്നത് ആ ഒരു 0 to 6 വിൻഡോ ആണ്. പല പേരൻസും അത് അറിയാതെ പോകാറുണ്ട്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ടീ ടോക്സ്, മെനി വോയിസസ് വൺ മിഷൻ. ഞാൻ കല്യാണി എസ് ദേവ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒരു കുട്ടിയുടെ വളർച്ചയും അവരുടെ എഡ്യൂക്കേഷനുമാണ് ഏതൊരു ടീച്ചറും ഒരു പേരൻറ്റും മെയിനായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഏരിയ. അതിൽ തന്നെ മോണ്ടിസറി എന്ന് പറയുന്ന വാക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. ഇതൊരു സ്കൂളാണോ അതൊരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണോ എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് സംസാരിക്കാൻ നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം ബിസിനസ് അവാർഡ്സിൽ എക്സലൻസ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ന്യൂറോ കോച്ചിങ് അവാർഡ്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഇൻ്റർനാഷണൽ മാഗസിനിൽ ഫീച്ചേർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യാസ് ഫസ്റ്റ് ഏർലി ചൈൽഡ്ഹുഡ് ന്യൂറോ കോച്ച്, ഡീൻ ഓഫ് അക്കാഡമിക് അഫയേഴ്സ് ഓഫ് TTI ആൻഡ് ദ മോണ്ടിസറി ട്രെയിനർ മിസ് റിഷ ഷേഖ്. വെൽക്കം ടു ടീ സ്റ്റോക്സ് മാം. താങ്ക് യു. ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഇന്ത്യാസ് ഫസ്റ്റ് ഏർലി ചൈൽഡ്ഹുഡ് ന്യൂറോ കോച്ച്, ഇതിലോട്ട് വരാനായിട്ട് മാമിനെ ആരാണ് പ്രേരിപ്പിച്ചത്? അതായത് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തി ആരാണെന്നല്ലേ? ടു ബി ഓണസ്റ്റ്, എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു വ്യക്തി എന്ന് പറയാനില്ല. എൻ്റെ തന്നെ ചൈൽഡ്ഹുഡാണ് ഞാനിപ്പോൾ ഈ എത്തി നിൽക്കുന്ന സ്റ്റേജിൽ എന്നെ എത്താൻ ഹെൽപ്പ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളൊക്കെ നമ്മളെ ചൈൽഡ്ഹുഡ് ചിന്തിച്ച് നോക്കുമ്പം മേ ബി കല്യാണിക്കും ഓർക്കാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ ചില ചോദ്യങ്ങൾ നമ്മുടെ പേരൻസിനോട് ചോദിക്കുമ്പോൾ അവർ പറയും ബാക്ക് ആൻസറിങ് പാടില്ല, പറയുന്നത് അതുപോലെ അനുസരിക്കണം. ഇങ്ങനെയുള്ള ചില ഉത്തരങ്ങളാണ് പൊതുവേ കിട്ടിക്കൊണ്ടിരുന്നത്, റൈറ്റ്? അപ്പോൾ അങ്ങനെയൊരു ചൈൽഡ്ഹുഡിൽ 90s കിഡാണ് ഞാനും. അപ്പോൾ അങ്ങനെയൊരു ചൈൽഡ്ഹുഡിൽ നമ്മൾ വരുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു വൈ നോട്ട് ദിസ് എന്നുള്ളൊരു ഡൗട്ട് എപ്പോഴും ഫീൽ ചെയ്യുമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ന്യൂറോ കോച്ചിങ്, അതുപോലെ ഏർലി ചൈൽഡ്ഹുഡ് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള ന്യൂറോ കോച്ചിങ്, അതും അമ്മമാരാണ് എൻ്റെ ക്ലയൻസ്. അപ്പോൾ അവർക്കത് ചെയ്തു കൊടുക്കാനുള്ള ലെവലിലേക്ക് എന്നെ എത്തിച്ചത് സത്യം പറഞ്ഞാൽ എൻ്റെ തന്നെ ചൈൽഡ്ഹുഡാണ്. പക്ഷേ അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയുടെ ഉമ്മ. ആള് ഭയങ്കര ബോൾഡാണ്. ഫാമിലിയിലൊക്കെ എല്ലാവരും അയൺ ലേഡി എന്നാണ് ആളെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ബോൾഡായിട്ടുള്ള ഒരാൾ പല കാര്യങ്ങളും ചെയ്യുന്നത് കാണുമ്പോൾ അതുപോലെ തന്നെ എനിക്കും ആളുകളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. സോ ടു ബി ഓണസ്റ്റ്, ഈ ഒരു എക്സ്പീരിയൻസും ആ ഒരു വ്യക്തിയുമായിരിക്കും ഞാനൊരു പക്ഷേ ഇവിടെ ഇന്നിങ്ങനെ ഇരിക്കാൻ, ഈ ഒരു പ്രൊഫൈലിൽ വന്ന് ഇവിടെ ഇരുന്ന് കല്യാണിയോട് സംസാരിക്കാൻ കാരണം എന്ന് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് കുറേ കാര്യങ്ങൾ മാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മേഖലകളിൽ എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നത്? അത് ബാലൻസിങ് അല്ല സത്യം പറഞ്ഞാൽ. ഞാൻ എൻ്റെ അമ്മമാരോടും പറയാറുള്ള കാര്യം അതാണ്. എല്ലാവരും പറയും വർക്ക് ലൈഫ് ബാലൻസ് എന്ന്. സത്യത്തിൽ അങ്ങനെ ഒരു ബാലൻസ് ഇല്ല. നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, എൻ്റെ മോളുടെ അടുത്ത് എനിക്ക് ഇരിക്കാൻ പറ്റില്ല, അവൾക്ക് 6 വയസ്സായി. അപ്പോൾ അതോടെ മിസ് ചെയ്തു. ഇറ്റ്സ് നോട്ട് ഗെറ്റിംഗ് ബാലൻസ്ഡ്. പക്ഷേ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നമ്മളെ ലൈഫിലേക്ക് നമ്മൾ ചെയ്യുന്ന നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ
നമ്മൾ ചെയ്യുമ്പം അതിനകത്തൊരു ഇൻ്റഗ്രേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഒരേ സമയത്ത് എസ്പെഷ്യലി ലേഡീസ്, കാരണം ജെൻസിന് എല്ലാ ജെൻസും അങ്ങനെയാണെന്നല്ല കേട്ടോ, ജെൻസിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡം കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ് ബൈ ദിയർ നേച്ചർ, ഗിവൺ ബൈ ദ സൊസൈറ്റി. പക്ഷേ ലേഡീസിനത് കുറച്ച് കുറവാണ് അല്ലേ? ഇപ്പം ഞാൻ വരുന്നതിന് മുന്നേ ഞാൻ നോക്കും വീട്ടിലെല്ലാം ഓക്കെയാണോ എന്ന്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് പുറത്തേക്ക് പോകുമ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനിവിടെ ഉള്ളപ്പോൾ ആൾ വീട്ടിലിരിക്കുന്നുണ്ട്, കൊച്ചിനെ നോക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ലേഡീസ് ഒത്തിരി ഏരിയാസ് മാനേജ് ചെയ്യുന്ന ആളുകളാണ്. കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ നല്ല കഴിവുള്ള മൾട്ടി ടാസ്കിങ് സ്പെഷ്യലിസ്റ്റുകളാണെന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അതിനെന്നെ ഹെൽപ്പ് ചെയ്തത് ഓഫ് കോഴ്സ് ദിസ് ന്യൂറോ കോച്ചിങ് ദാറ്റ് ഐ എം ഡൂയിങ്. എന്ന് വെച്ചാൽ ഞാൻ NLP പ്രാക്ടീഷണറാണ്, അതുപോലെ തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് പ്രാക്ടീഷണറാണ്. അപ്പോൾ എനിക്ക് എന്നെ ഓൾവേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ ഞാൻ തന്നെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്ന് വിചാരിച്ചാൽ എൻ്റെ ലൈഫ് ഭയങ്കര ഒരു സൂപ്പർ മോമി ലൈഫൊന്നും അല്ല. ചില സമയത്ത് നമ്മൾ ബ്രേക്ക് ഡൗൺ ആവും, ചില സമയത്ത് നമുക്ക് തോന്നും ഇല്ല എന്ന് വേണ്ട, ഒന്നും ചെയ്യേണ്ടെന്ന് തോന്നുന്ന സമയങ്ങളുണ്ട്. ചിലപ്പം ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഇഷ്ടം തോന്നാത്ത സമയങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ട്. പക്ഷേ അത് ലൈഫിൻ്റെ ഭാഗമാണെന്ന് കരുതി നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാതെ ആ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പം നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ തുടങ്ങും. നമുക്കാണ് കുഴപ്പം തോന്നുമ്പോൾ നമുക്ക് തോന്നും എന്ത് ചെയ്യുമെന്ന്, ബിക്കോസ് ഐ ആം നോട്ട് ഗുഡ് അറ്റ് ദിസ്, റൈറ്റ്? അപ്പം ഞാൻ പറയുമ്പോഴുള്ള റിയാക്ഷൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ നല്ലതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാനൊന്നുമില്ല. നേരെ മറിച്ച് ദിസ് ഇസ് ദ സിറ്റുവേഷൻ, ദിസ് ഇസ് ദ പ്രോബ്ലം നൗ എന്ന് പറയുമ്പം നാച്ചുറലി വരുന്നൊരു ചോദ്യമുണ്ട്, നൗ വാട്ട് ക്യാൻ ഐ ഡു ടു മേക്ക് ഇറ്റ് ബെറ്റർ. അപ്പോൾ അത് ചെയ്യുമ്പം ഓരോ സ്റ്റേജിലും നമ്മൾ എത്തുമ്പോൾ നമ്മളത് മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും. അതിന് നമുക്ക് സെൽഫ് അനാലിസിസ് വേണം. നമ്മളെ തന്നെ അനലൈസ് ചെയ്യണം. എന്താണ് എനിക്ക് സത്യത്തിൽ സംഭവിക്കുന്നത്? ഇത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളെ കുട്ടികൾ നമ്മളോട് ബഹളം വയ്ക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണർ, അതല്ലെങ്കിൽ നമ്മുടെ അമ്മ, ഇതൊക്കെയാണുള്ള ആളുകൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമ്മളോട് ദേഷ്യം പിടിച്ച് സംസാരിക്കുന്നു. അപ്പം നമ്മൾ പറയും ഇയാളെന്താ ഇങ്ങനെ, അതിൻ്റെ മുകളിൽ നമുക്ക് കൺട്രോളില്ല. അപ്പം നമുക്കവിടെ ബാലൻസിങ്ങോ ഇൻ്റഗ്രേഷനോ ഒന്നും നടക്കുന്നില്ല. നമ്മൾ ആ ലൂപ്പിനകത്ത് കുടുങ്ങി. ഈ ഒരാളെന്താ എന്നോട് ഇങ്ങനെയെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നേരെ മറിച്ച് വാട്ട് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ എന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങുമ്പം നമുക്ക് സൊല്യൂഷൻസ് കിട്ടി തുടങ്ങും. അങ്ങനെ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ എളുപ്പമാണ്. കാരണം നമ്മളെപ്പോഴും സൊല്യൂഷൻസിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ആൻഡ് അഗൈൻ ദിസ് ഇസ് നോട്ട് ടോക്സിക് പോസിറ്റിവിറ്റി. കാരണം നമ്മൾ അനലൈസ് ചെയ്യുക. ഇപ്പോൾ ഒരാൾ വല്ലാത്ത ഡിലമയിലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു സോറി ടു സേ ദിസ്, എന്തെങ്കിലും ഒരു ലോസ് വന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളടുത്ത് പോയിട്ട് സാരിലിടും എല്ലാം ശരിയാവും. ദാറ്റ്സ് നോട്ട് വാട്ട് ഐ എം ടെല്ലിങ്. ഓക്കെ, നമ്മുടെ നേരെ മറിച്ച് അതേ ആൾക്ക് ആ സിറ്റുവേഷനിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്കാണ് മേ ബി ഇറ്റ് വിൽ ടേക്ക് 1 വീക്ക്. ദാറ്റ്സ് ഓൾ റൈറ്റ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ദാറ്റ്സ് നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് ഓപ്ഷൻ ഇല്ല ചിന്തിക്കാൻ, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണ് ഞാൻ എല്ലാ ഏരിയാസും, ഇപ്പോൾ ഈ പറഞ്ഞ ഏരിയാസ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ ഞാൻ കൊളാബറേഷൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട്, ഞാൻ അത് റൺ ചെയ്യുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എൻ്റെ ടീം ബിൽഡിംഗ് നടക്കുന്നുണ്ട്. ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്ന സ്പേസിൽ ടീം ബിൽഡിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോളെ ഞാൻ ഹോം സ്കൂളിങ് ചെയ്യുകയാണ്, അത് നടക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. നമ്മളെ പഠിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നതാണ് ആ ഇൻ്റഗ്രേഷന് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ മാം പറഞ്ഞു വരുന്നത് ബാലൻസിങ് അല്ല, മാനേജ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ മാനേജിങ് ആണ് ചെയ്യുന്നത് കാര്യങ്ങൾ. അതെ. ഓക്കെ, നമ്മൾ മോണ്ടിസറി എന്ന് പറയുന്നൊരു വാക്ക് പലപ്പോഴും പലയിടത്തും നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ മോണ്ടിസറി സ്കൂൾസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഡൗട്ടുള്ളൊരു കാര്യം, ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ മോണ്ടിസറി സ്കൂൾസ് ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണെന്ന് തോന്നുന്നു, കുറച്ചൊരു വർഷങ്ങളായിട്ടാണ് ഈ മോണ്ടിസറി സ്കൂൾസ് നമ്മൾ കേരളത്തിൽ കൂടുതലും കണ്ടുവരുന്നത്. അപ്പം ഇതെങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ വന്നത്? അതുപോലെ തന്നെ വാട്ട് ഈസ് മോണ്ടിസറി സ്കൂൾസ്? ഫസ്റ്റ് ഓഫ് ഓൾ അതിനകത്തൊരു ചെറിയ തിരുത്തുണ്ട്. ഓക്കെ, മോണ്ടിസറി സ്കൂളല്ല, ഓക്കെ, മോണ്ടിസറി ഹൗസ് ഓഫ് ചിൽഡ്രൻ ആണ്. ഓക്കെ. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിന് സ്കൂളായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പറയേണ്ടി വരും. സ്കൂളിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകും. എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സിസ്റ്റമാണ് സ്കൂളിംഗ് സിസ്റ്റം. അപ്പോൾ ആളുകൾക്ക് ഹോം സ്കൂളിംഗ് ചെയ്യാന്ന് പറയുമ്പോഴും ആളുകൾ ചോദിക്കും സ്കൂളിൽ വിടുന്നില്ലേന്ന്. അപ്പോൾ ഞാൻ പറയും ഞാൻ ഹോം സ്കൂളിംഗ് ആണ് ചെയ്യുന്നത്. അവിടെയും സ്കൂളിംഗ് ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം മനസ്സിൽ ഓർമ്മ വരിക? യൂണിഫോം ഇട്ട് രാവിലെ പോവുക, ബാഗായിട്ട് ഒരു സ്കൂൾ, ഒരു കെട്ടിടം, കുറേ ബെഞ്ച്, ഡെസ്ക്, കുട്ടികൾ,
ടീച്ചർ, അറ്റൻഡൻസ്, സ്കെയില്, ഹോംവർക്ക്, അതെ. ബ്ലാക്ക് ബോർഡ്, ഇതൊക്കെ അല്ലേ സ്കൂൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ സ്കൂൾ എന്ന് പറയുമ്പോൾ വരുന്നൊരു ചിത്രം അതാണ്. അത് 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 വേണം, അതൊരു ലൈഫിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടായി മാറിക്കഴിഞ്ഞു. അതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഭയങ്കര നാരോ മൈൻഡഡ് ആയി തുടങ്ങും. നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കൂളിംഗ് ഇല്ലെങ്കിൽ, സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു ചിന്താഗതി അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല. ആ ചിന്താഗതി നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ മോണ്ടിസറി ഹൗസ് ഓഫ് ചിൽഡ്രൻ മാറി മോണ്ടിസറി സ്കൂളുകളായി. അവിടെയും നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഇത് സ്കൂൾ തന്നെയാണ് എന്ന് പേരൻസിനെ ബോധ്യപ്പെടുത്തണം. അപ്പം നാച്ചുറലി ആ ഹൗസ് ഓഫ് ചിൽഡ്രൻ മാറിയിട്ട് സ്കൂൾ എന്ന് പറയുന്ന മെത്തേഡിലേക്ക് വന്നു. അങ്ങനെയാണ് മോണ്ടിസറി സ്കൂൾസ് ഉണ്ടായത്. ഇതെൻ്റെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ. ഇതിൽ ചിലപ്പം ശരിയുണ്ടാവും, ചിലത് തെറ്റുണ്ടാവാം. ബട്ട് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഇസ് ദിസ് ഇസ് ഹൗ പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് ടു കോൾ ഇറ്റ് മോണ്ടിസറി സ്കൂൾസ്. കാരണം നമ്മൾ ഇപ്പം ബാംഗ്ലൂർ പോലെയുള്ള മെട്രോ നഗരങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ മോണ്ടിസറി ഹൗസ് ഓഫ് ചിൽഡ്രനേ ഉള്ളൂ, മോണ്ടിസറി സ്കൂൾസ് ഇല്ല. കാരണം അവരത് അങ്ങനെയാണ് അതിന് ചെയ്യുന്നത്. ഇനി എങ്ങനെ ഇത് കേരളയിലോട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഞാനതിൻ്റെ ഹിസ്റ്ററി ഒന്നും ഒത്തിരി ഡിഗ് ഔട്ട് ചെയ്തിട്ടില്ല. വെരി റീസെൻ്റ്ലിയാണ് മോണ്ടിസറി സ്കൂൾസ് കേരളയിൽ വന്നിട്ടുള്ളത് തന്നെ. ഇപ്പം ഞാനൊന്ന് പഠിക്കുന്ന സമയത്ത് മോണ്ടിസറി സ്കൂളില്ല, ഇല്ലെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്തേനെ, അവിടെ പോയി പഠിച്ചാലോ എന്ന് പറയുന്നൊരു തോട്ടുണ്ടല്ലോ. കുറച്ച് കാലമായിട്ടേ ഉള്ളൂ നമ്മളിവിടെ മോണ്ടിസറി സ്കൂൾസൊക്കെ വന്നു തുടങ്ങിയിട്ട്. ഇനി മോണ്ടിസറി എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് സത്യം പറഞ്ഞാൽ മോണ്ടിസറി സ്കൂൾസുമായിട്ട് ചിലപ്പോൾ ഈ മോണ്ടിസറിക്ക് ബന്ധം ഉണ്ടാവില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി മോണ്ടിസറി സ്കൂൾസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. അപ്പം ഞാനോർത്ത് ഫൈൻ, ഇൻ്റർവ്യൂ വേണമല്ലോ എന്തായാലും. പക്ഷെ അവർ ചോദിക്കുന്നത് ക്യാൻ യു നെയിം വാട്ട് ഈസ് ദിസ്, ക്യാൻ യു ടെൽ മീ വാട്ട് ഈസ് എ കളർ ഓഫ് ദിസ്, ക്യാൻ യു കൗണ്ട് ഫ്രം 1 to 10. ഒരു പ്രീ സ്കൂളിലേക്ക് ഒരു കുട്ടീനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പം ചോദിക്കുന്നത് എന്താണ്? ബൈ ഡിഫോൾട്ടായിട്ട് കുട്ടി അറിഞ്ഞിരിക്കണമെന്ന് അവർ ഓൾറെഡി, അവരെന്ന് പറഞ്ഞാൽ എല്ലാവരും, നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നത്. ആ കുട്ടികൾ അറിഞ്ഞിരിക്കണമെന്ന് നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. സോ ഡെഫിനറ്റ്ലി ദാറ്റ്സ് നോട്ട് എ മോണ്ടിസറി സ്കൂൾ. കാരണം മോണ്ടിസറി എന്ന് പറയുന്നത് ഒരിക്കലും കുട്ടികളെ ഇന്നത് മുതൽ ഇന്നത് വരെ പഠിപ്പിക്കണം എന്ന് പറയുന്നൊരു ശാഖയല്ല. അതൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് സ്കൂളിംഗ് ആയിട്ട് ഇപ്പം കേരളയിൽ വന്നു തുടങ്ങി. എന്നിരുന്നാൽ പോലും മോണ്ടിസറി എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയാണ്. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, ആൾ മോണ്ടിസറി പഠിച്ച ആളല്ല, ഒരു ടീച്ചറല്ല, ഹോം സ്കൂളിങ്ങും ചെയ്യുന്നില്ല. അവർ മോണ്ടിസറി ഹൗസ് ഓഫ് ചിൽഡ്രനിൽ കുട്ടീനെ വിടുന്നത്. ബട്ട് ഹീ ഈസ് എ പക്ക മോണ്ടിസോറിയൻ. അങ്ങനെ നമ്മൾ ചിന്തിക്കാനുള്ള ലെവലിലേക്ക് നമ്മൾ വളർന്നു വരുന്നതേ ഉള്ളൂ. കുറേ പേരെങ്കിലും മാറി ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ അതൊരു ഫിലോസഫിയാണ്. ആ ഫിലോസഫിയിൽ കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പറയില്ല പാത്രം അറിഞ്ഞ് വിളമ്പുക, അതുപോലെ. അപ്പം ടീച്ചേഴ്സിനെ പറ്റി പറയുമ്പം ആ കുട്ടിയുടെ അപ്പോൾ ഉള്ള ലെവൽ എന്താണ്, ആ കുട്ടിയുടെ പ്രോബ്ലം എന്താണ്, ആ കുട്ടി എന്താണ് പഠിക്കുന്നത്, എന്താണ് പഠിക്കാൻ സാധ്യതയുള്ളത്, എന്താണ് ആളുടെ ഇഷ്ടം, ഇതൊക്കെ കണ്ടറിഞ്ഞ് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് അതിനകത്ത് ലേണിങ്ങും ഉണ്ട്. അതും കൂടെ വരുന്നൊരു രീതിയാണ് മോണ്ടിസറി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഒരു സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ മോണ്ടിസറി നെവർ പ്രിപ്പയർസ് എ ചൈൽഡ് ഫോർ ദ ഫ്യൂച്ചർ കരിയർ, ഇറ്റ് പ്രിപ്പയർസ് എ ചൈൽഡ് ഫോർ ഫ്യൂച്ചർ ലൈഫ്. ആ ലൈഫിൽ അയാൾ എങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ലെവലിലാണ് അയാളുടെ ഇപ്പോൾ ഉള്ള കണ്ടീഷൻ, അതിലേക്ക് അയാളെ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനകത്ത് ഇൻഡിപെൻഡൻസ് ഉണ്ടാവും, ഫോക്കസ് ഉണ്ടാവും, മേ ബി അറ്റൻഷൻ ഉണ്ടാവും. ഇതൊക്കെ കോറായിട്ടുള്ള ഏരിയാസാണ്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതൊക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പഠന രീതിയും കൂടെ ആയിട്ട് മോണ്ടിസറി ഉണ്ട്. പക്ഷേ മോണ്ടിസോറിയൻ ആവണമെന്നുണ്ടെങ്കിൽ മോണ്ടിസറി പഠിക്കണം നിർബന്ധമില്ല. കുട്ടികളെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇപ്പം മോണ്ടിസറിയെ കുറിച്ച് കുറേ കാര്യങ്ങൾ മാം പറഞ്ഞു. അത് ഫിലോസഫിയാണ്, അതൊരു രീതിയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ നോർമൽ സ്കൂൾസ്, ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നോർമൽ സ്കൂൾസ് തന്നെയാണ് കൂടുതലും ഉള്ളത്. മോണ്ടിസറി സ്കൂൾസ് ഇപ്പം എമർജ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇത് രണ്ടും തമ്മിൽ നമുക്ക് മെയിനായിട്ടൊരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാൻ പറ്റുന്നത്? ആക്ച്വലി ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഒരു സ്കൂളിൻ്റെ കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ നമ്മളിവിടെ റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ സ്കൂളിൻ്റെ കെട്ടിടവും അതിനകത്തുള്ള ബെഞ്ചും ഡെസ്കും എന്ന് പറയുമ്പം നമ്മൾ മോണ്ടിസറി സ്കൂൾസ് അല്ലെങ്കിൽ മോണ്ടിസറി ഹൗസ് ഓഫ് ചിൽഡ്രൻ, അവിടെ നമ്മളൊരു ടീച്ചർ ഡിക്റ്റേറ്റ് ചെയ്യുന്നു, കുട്ടികൾ ഡെസ്കിലും ബെഞ്ചിലും ഇരിക്കുന്നു, ബുക്സ് എടുക്കുന്നു, എഴുതുന്നു. ഇങ്ങനെയല്ല മോണ്ടിസറി സ്കൂളുള്ളത്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോറാണ് നമ്മുടെ വർക്ക് ഏരിയ. അതിനകത്ത് ഓരോ കുട്ടിക്കും വർക്ക് ചെയ്യാനായിട്ടുള്ള ഡെസിഗ്നേറ്റഡ് സ്പേസ് ഉണ്ടാവും. ആ സ്പേസ് എന്ന് പറയുന്നത് ഒരു വർക്ക് മാറ്റാണ്. നമ്മൾ വിചാരിക്കും പായൊക്കെ വിരിച്ചിരുന്ന് പഠിക്കുന്നു,
അങ്ങനെ നമുക്ക് പെട്ടെന്ന് തോന്നും. കാരണം നമ്മുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു ലെവലിലാണ് നമ്മളതിനെ വെച്ചിരിക്കുന്നത്. ഇതൊരു മേജർ ഡിസ്ക്രിമിനേഷനാണ്. പിന്നെ അതുപോലെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഞാൻ മോണ്ടിസറി സ്കൂളിൽ, നമ്മൾ പറയുന്ന സോ കോൾ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പം ചോദിച്ചിരുന്നത് ഇവിടെ എന്താ എല്ലാ കുട്ടികളും ഒരുമിച്ചെന്ന്. എന്ന് വെച്ചാൽ ഓരോ കുട്ടികൾക്കും ഓരോ ഏജ് കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ 2.5 വയസ്സ് മുതൽ 5.5 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ ഒരു എൻവയൺമെൻറ്റിലാണ് ഉണ്ടാവുക. ഓക്കെ. അത് കഴിഞ്ഞ് ഉള്ള കുട്ടികൾ ഒരു റേഞ്ച് വരെ ഉണ്ട്. അതായത് 5.5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ. ഞാൻ അതിൻ്റെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ആക്ച്വലി എൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡാണ്. അപ്പം അവിടെ നിന്ന് അങ്ങോട്ടുള്ള കുട്ടികൾ വേറൊരു എൻവയൺമെൻറ്റിൽ. അപ്പോൾ അതിനകത്ത് മൾട്ടി ഏജാണ് ക്ലാസ് റൂംസ് വരുന്നത്. നമ്മളെ നോർമൽ സ്കൂൾസിൽ നമുക്കങ്ങനെ കാണാനേ പറ്റില്ല. എല്ലാവരും സമപ്രായക്കാരായിരിക്കും, ഒരേ ഇയർ ഓഫ് ബർത്തിലുള്ളവരായിരിക്കും അധികവും വരിക. ഇവിടെ നമുക്കൊരു 3 to 4 വരെയുള്ള ഇയേഴ്സിലുള്ള ആളുകൾ, ആ ഒരു ഏജ് ഡിഫറൻസിലുള്ള ആളുകൾ ഒരേ എൻവയൺമെൻറ്റിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ എന്നാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഉള്ള മോണ്ടിസറി സ്കൂൾസിൽ പല സ്കൂൾസുകളും സത്യം പറഞ്ഞാൽ അവരുടെ പ്രഷർ കൊണ്ടാണ് കേട്ടോ അത്. അവരതിനെ പോലും M1, M2, M3 എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കുട്ടികളെ മനസ്സിലാക്കാൻ മാത്രം. എന്നാൽ എന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്താലേ പേരൻസിന് ഒരു കൺവിൻസിങ് ആയിട്ട് ഫീൽ, കാരണം നമ്മൾ പഠിച്ചത് അതാണ്. അപ്പം നമുക്ക് ഇതുവരെയുള്ള പരിചയമുള്ള സ്റ്റീരിയോടൈപ്പ് അതാണുള്ളത്. അപ്പോൾ അതിനകത്തോട്ട് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് നമ്മൾ ഫിറ്റ് ഇൻ ചെയ്യുന്ന ലെവലിൽ മോണ്ടിസറീനെ നമ്മളൊന്ന് മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷേ ഇതാണ് മേജറായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒത്തിരി ഏരിയാസ് ഉണ്ട് കേട്ടോ, അതിനകത്ത് നമ്മൾ മേ ബി സംസാരിക്കുമ്പോൾ ഇൻഡെപ്ത് ആയിട്ട് പോകുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അഗെയിൻ അത് തോട്ട് പ്രോസസ്സിൽ കുട്ടികളുടെ റെഡിനെസ്, അതുപോലെ അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ സൈസ്, അവരുടെ വാഷ്റൂമിൻ്റെ സൈസ്, ഇങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഒക്കെ ചൈൽഡ് പ്രപ്പോർഷനേറ്റ് ആയിരിക്കും. എന്നാലും എടുത്തു പറയാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതായിരിക്കും, ഒരു നോർമൽ സ്കൂൾ സിസ്റ്റം. അതുപോലെ തന്നെ മേജറായിട്ടുള്ളൊരു വേറൊരു ഏരിയ എന്ന് പറയുന്നത് ടീച്ചർ പഠിപ്പിച്ചിട്ട് കുട്ടി പഠിക്കുകയല്ല, ടീച്ചർ കുട്ടിയെ പഠിക്കാനുള്ള ലെവലിൽ ഹെൽപ്പ് ചെയ്യുകയാണ്. അതാണ് മോണ്ടിസറിയിൽ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ ഇത് ചൈൽഡ് ഓറിയൻറ്റഡ് ആണ്, അല്ലെങ്കിൽ ചൈൽഡ് സെൻട്രിക് ആണ്. നമ്മളിപ്പം ഒരുപാട് മോണ്ടിസറി കൊടുക്കുന്ന ആ കോഴ്സ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. PG ഡിപ്ലോമ കോഴ്സ് ആയിക്കോട്ടെ, ഡിപ്ലോമ കോഴ്സ് ആയിക്കോട്ടെ. ഞാനിപ്പോൾ ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടീച്ചറായിട്ട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഓർ മോർ ഓവർ ദാറ്റ് വേറെ ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂസ്ഫുൾനെസ് ഉണ്ടോ ഇതുകൊണ്ട്? ഓക്കെ, ഫസ്റ്റ് കാര്യം, നമ്മൾ ചെയ്യുന്ന മോണ്ടിസറി ഒത്തൻറ്റിക് ആയിട്ടുള്ള മോണ്ടിസറിയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് കരുതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ലൈഫ് ലോങ് ഹെൽപ്ഫുള്ളാണ്. ഇപ്പം ഞാൻ മോണ്ടിസറി പഠിച്ചതാണ്, ഞാനൊരു ട്രെയിനറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ എനിക്കിത് ഡേ ടു ഡേ ബേസിസിൽ ആവശ്യം വരുന്നുണ്ട്. എൻ്റെ മോളെ പഠിപ്പിക്കാനായിട്ടും കുട്ടികളോട് മിങ്കിൾ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക സിറ്റുവേഷനിൽ പോലും നമ്മളൊരാളെ, ഒരു കുഞ്ഞിനെ മീറ്റ് ചെയ്യുമ്പം, ഒരാളെ എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് കുട്ടിയെ എന്നാണ് കേട്ടോ, ഒരു കുട്ടിയെ മീറ്റ് ചെയ്യുമ്പം നമുക്കവിടെ യൂസ്ഫുള്ളാണ്. അതാണ് ഒരു മേജർ ഏരിയ. പിന്നെ ഓഫ് കോഴ്സ് ഇത് പഠിക്കുന്നവരൊക്കെ ജോലി ചെയ്യാനായിട്ടായിരിക്കും ഈ കോഴ്സ് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടാവും. ചില ആളുകൾ അതിൻ്റെ കൂടെ പാഷനുള്ളവരുണ്ടാവും, അങ്ങനെയുള്ളവരെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ജോലി ചെയ്യാം. അത് മോണ്ടിസറി ടീച്ചറായിട്ട് ചെയ്യാം. മോണ്ടിസറി അറിയുന്ന ഒരാൾക്ക് പ്രീ സ്കൂൾ ടീച്ചിങ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ പറയാൻ പറ്റുന്നൊരു ഏരിയ എന്ന് പറയുന്നത്, നമ്മൾ ഇനി ഭാവിയിൽ കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖലയിലാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കരുതും. എസ്പെഷ്യലി ഈ ഒരു 2.5 to 5.5 ഏജ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഏരിയ ഏർലി ചൈൽഡ്ഹുഡാണ്, 0 to 6 ആണ് ഞാൻ എടുക്കുന്ന ഏജ്. അപ്പോൾ ആ ഏജിലുള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഏത് ഏരിയയിലും മോണ്ടിസറി ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മളീ പറഞ്ഞതുപോലെ ഡെയിലി ബേസിസിൽ നമ്മൾ കുട്ടികളായിട്ട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ടാണ് അത് എപ്പോഴും ആ ടീച്ചേഴ്സിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ മോണ്ടിസറി പറയുമ്പം എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യം, അതൊന്നും എനിക്കിവിടെ കറക്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു, 0 to 6 years മാത്രമല്ല മോണ്ടിസറി ഉള്ളത്, 18 years വരെ മോണ്ടിസറി ഉണ്ട്. പക്ഷേ കേരളയിൽ ഇപ്പോൾ നമുക്കിത് കാണാൻ പറ്റുന്നത് ആ ഒരു പ്രീ സ്കൂൾ കാറ്റഗറിയിലാണ് കാണാൻ പറ്റുന്നത്. ബാംഗ്ലൂരിലൊക്കെ പല സ്കൂൾസും 18 വരെ ചെയ്യുന്നുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലുണ്ട് സ്കൂൾസ്. അവർക്കൊരു എന്ന് വെച്ചാൽ വലിയ കുട്ടികൾക്കാകുമ്പോൾ ഒരു സ്കൂളല്ല, അതൊരു വലിയൊരു എൻവയൺമെൻ്റ് ആണ്. അപ്പോൾ ആ എൻവയൺമെൻറ്റിൽ അവർ നമ്മൾ പണ്ടത്തെ ഗുരുകുലം സിസ്റ്റം ഇല്ലേ, അതുമായിട്ട് റിസംബ്ലൻസ് തോന്നുന്ന എൻവയൺമെൻറ്റിലാണ് ഈ കുട്ടികൾ 12 years മുതൽ 18 years വരെയൊക്കെ താമസിച്ച് നിന്ന് പഠിക്കുന്നത്. അതിനകത്തൊരു ഇൻറ്റഗ്രൽ ഏരിയ ആണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. കാരണം മനുഷ്യനെപ്പോഴും മണ്ണിനോട് ചേർന്ന് നിൽക്കണം എന്നാണല്ലോ പറയുക.
അതുപോലും നമ്മുടെ മോണ്ടസറി ഫിലോസഫിയിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ സബ്ജക്ട്സും പഠിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ ചെയ്തു കൊണ്ടുവരാം എന്നുള്ളതാണ്. പക്ഷേ കേരളയിൽ ഇപ്പം 0 to 6 years ആണുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഒരു മോണ്ടസറി പഠിച്ചൊരു വ്യക്തിക്ക് നല്ലൊരു പേരൻ്റ് ആകാനായിട്ട് ഇപ്പം നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് പേരൻറ്റിങ്ങിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇപ്പം ഞാൻ സെഷൻസ് എടുക്കുന്ന സമയത്ത് പോലും കുറേ കേസസ് ഈ പേരൻറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. പ്രോപ്പറായിട്ടുള്ള പേരൻറ്റിങ് അല്ല പല ആൾക്കാരും നടത്തുന്നത്. അപ്പോൾ നമുക്ക് മോണ്ടസറി പഠിച്ചു കഴിഞ്ഞാൽ ഈ പേരൻറ്റിങ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമോ? ദി ആൻസർ ഇസ് യെസ് ഇഫ് യു വിഷ് ടു ഡു ദാറ്റ്. ഓക്കെ. എന്ന് വെച്ചാൽ മോണ്ടസറി പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കുറേ കാര്യങ്ങളുണ്ടാകും കുട്ടികളെ പറ്റിയിട്ട്. അവരോട് ഡീൽ ചെയ്യേണ്ട രീതി, അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കേണ്ട രീതി, അവർ തെറ്റ് ചെയ്താൽ എങ്ങനെയാണ് അതിന് റിയാക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റിയാക്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് അതിന് റെസ്പോണ്ട് ചെയ്യേണ്ടത്, അവർക്ക് വരുന്ന തെറ്റുകൾ എങ്ങനെ തിരുത്താൻ പറ്റും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പേരൻറ്റിങ്ങിലും യൂസ്ഫുള്ളാണ് ഡെയിലി ബേസിസിൽ. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു എക്സ്പീരിയൻസ് ഇപ്പം ഇത്രയും എക്സ്പീരിയൻസ് ആയപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, മോണ്ടസറി രീതി നമ്മൾ പഠിച്ചാൽ, മോണ്ടസറി പോലെ തന്നെ മറ്റേതെങ്കിലും ഇപ്പം സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, അതിനൊരു ഇക്വാലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് കുട്ടികളോട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആൻസറിൽ ഇഫ് യു വിഷ് ടു എന്ന് പറഞ്ഞത്. നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ എന്നാലും നമ്മൾ അതിന് മേ ബി ബ്ലോക്ക് ചെയ്യുന്ന ചില ഏരിയാസ് ഉണ്ടാവും. അപ്പം നമ്മൾ പറയില്ലേ, എനിക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ, കുട്ടികളുടെ കേസാണെങ്കിൽ, ടീച്ചേഴ്സ് ആണെങ്കിലും അമ്മമാരാണെങ്കിലും അവർക്ക് ദേഷ്യം വരുമ്പം ചീത്ത പറയണ്ടെന്ന് തന്നെയാണ് ആഗ്രഹം. ആരും പ്ലാൻ ചെയ്ത് ചീത്ത പറയല്ല അല്ലേ? ടീച്ചറാണെങ്കിലും അതെ, ടീച്ചേഴ്സിനാകുമ്പം പ്രഷർ കൂടും, ഒത്തിരി കുട്ടികളുണ്ടാവും. അപ്പം നമ്മൾ അറിയാതെ സ്കെയിലൊക്കെ എടുത്ത് ടേബിളിലൊക്കെ അടിച്ചിട്ട് കീപ് ക്വയറ്റ് ഷൂ എന്നൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ വയ്ക്കും. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അല്ലേ? അപ്പം അതിനകത്ത് എൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന കോഴ്സ് മോണ്ടസറി ചെയ്താലും ചൈൽഡ് സൈക്കോളജി ചെയ്താലും ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റേത് കോഴ്സ് ചെയ്താലും നമ്മളെ കുട്ടികളോട് നമുക്ക് ബിഹേവ് ചെയ്യാനുള്ളൊരു പാറ്റേൺ, പേരൻറ്റിങ്ങിലാണെങ്കിൽ എസ്പെഷ്യലി കുട്ടികളോട് ബിഹേവ് ചെയ്യാനുള്ളൊരു പാറ്റേൺ നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ അതിനെ അറിയാതെ പോലും നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ചില ഏരിയാസ് ഉണ്ടാവും. അതിനെക്കൂടെ നമ്മൾ റിമൂവ് ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് പേരൻറ്റിങ് എസ്പെഷ്യലി ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. കാരണം ഞാൻ മോണ്ടസറി പഠിച്ച ഒരാളാണ്. ഞാൻ എൻ്റെ മോളോട് സംസാരിക്കുമ്പം എനിക്ക് ചില സമയത്ത് ദേഷ്യം വരുമായിരുന്നു. എനിക്കറിയാം ദേഷ്യം വരരുത്, ഞാൻ ദേഷ്യം പിടിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ദേഷ്യം തന്നെ വരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യും എന്നൊരു ചോദ്യമല്ലേ? അത് നമ്മളെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചില ട്രോമാസ് ഉണ്ടാവും. അത് ട്രിഗർ ചെയ്യുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. ആ ട്രോമാസിനെ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ കുറേ കൂടെ ഇഫക്റ്റീവായിട്ട് മോണ്ടസറി പഠിച്ച ആൾക്ക്, ചൈൽഡ് സൈക്കോളജി പഠിച്ച ഒരാൾക്ക് കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും പേരൻറ്റിങ്ങിൽ നന്നായിട്ട് യൂസ്ഫുള്ളായിട്ടും ചെയ്യാൻ പറ്റും. ഈ പഠനത്തിൽ ബാക്കിലോട്ട് നിൽക്കുന്ന കുട്ടികൾ കാണുന്നുണ്ട്. ചിലപ്പോൾ ലേണിംഗ് ഡിഫിക്കൽട്ടി ആയിരിക്കും, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ആയിരിക്കും. രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, മാമിന് അറിയാവുന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ മോണ്ടസറി ടീച്ചറിന് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുമോ? ഈ പഠിക്കുന്ന അല്ലെങ്കിൽ മോണ്ടസറി കോഴ്സ് എടുത്ത് പഠിക്കുന്ന ആ ഒരു കോഴ്സിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കുമോ? അത് ആക്ച്വലി ഒരു ട്രിക്കി ക്വസ്റ്റ്യനാണ്. ശരിയാണ്, കോഴ്സിൽ കുട്ടികളെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ചൈൽഡ് സൈക്കോളജിയും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഏരിയാസ് ഓഫ് ലേണിങ്ങും അതിനകത്ത് നടക്കുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ലേണിംഗ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഡിസബിലിറ്റി എന്ന് പറയുന്ന 2 ഏരിയാസ്, അതിനകത്ത് തന്നെ ഒത്തിരി വേരിയേഷൻസും പല വെറൈറ്റീസും ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കി കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലോസഫി മോണ്ടസറിയിലുണ്ട്. അത് നമ്മൾ എത്രത്തോളം യൂസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ എത്രത്തോളം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇപ്പോൾ MBA പഠിച്ചിട്ടുള്ള MBA HR പഠിച്ചിട്ടുള്ള എല്ലാവർക്കും ആളുകളെ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അല്ലേ? അതേ വ്യത്യാസം ഇതിനകത്തും ഉണ്ട്. അപ്പം നമുക്ക് ഒരിക്കലും ഒരാളോട് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല മോണ്ടസറി അറിയുന്നതുകൊണ്ട് എല്ലാവരെയും ചെയ്യാൻ പറ്റുമെന്ന്. അത് ഓരോ ആളുകളുടെയും ഉള്ളിലുള്ള പാഷനറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കുട്ടികളോട് നന്നായിട്ട് ഡീൽ ചെയ്ത് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അവരോട് സംസാരിക്കാൻ കഴിവുള്ള, കേപ്പബിൾ ആയിട്ടുള്ള, ഈ മോണ്ടസറി ഫിലോസഫീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും? ഈ മോണ്ടസറി വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ അതിന് റെമഡി കൊടുക്കാനും നമുക്ക് പറ്റും. എന്തുകൊണ്ട് ഒരു പരിധി വരെ എന്ന് ചോദിച്ചാൽ, ചില കാര്യങ്ങൾ
ഓഫ് കോഴ്സ് അതിനായിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, അവരാണത് ടേക്ക് കെയർ ചെയ്യുക. ഞാൻ മോണ്ടിസറി ടീച്ചറാണ്, അതുകൊണ്ട് വെരി സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇപ്പോൾ എന്താ പറയുക, വെർച്വൽ ഓട്ടിസം അതൊരു കോമൺ ആയിട്ട് കാണുന്നൊരു സാധനമാണ്. അത് വരുന്നൊരു കുട്ടീനെ എനിക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു പരിധി വിട്ട് പോകുന്നുണ്ട്, അതിനകത്ത് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു അതിലൊരു എക്സ്പേർട്ടിൻ്റെ ഒരു ആവശ്യമുള്ള ഏരിയ ആണെങ്കിൽ ആസ് ആൻ ഇൻ്റലിജൻറ്റ് മോണ്ടിസോറിയൻ ഞാനത് അവർക്ക് റെഫർ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്. പക്ഷേ ആ കുട്ടിയുടെ ലേണിങ്ങിൽ എനിക്ക് ഒരുപാട് ഏരിയയിൽ ഹെൽപ്പ് ചെയ്യാനും റെമഡിയൽ ട്രെയിനിങ് ചെയ്യാനും പറ്റും. അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, അത് പറയുമ്പം ഈ റെമഡിയൽ ട്രെയിനേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളത് പല സ്ഥലത്തും മാറി ഇൻ്റർചേഞ്ചബിൾ യൂസ് ചെയ്യുന്നൊരു വാക്കാണ്. റെമഡിയൽ ട്രെയിനേഴ്സ്, സർട്ടിഫൈഡ് ആയിട്ടുള്ള റെമഡിയൽ ട്രെയിനേഴ്സ് വേറെ തന്നെയുണ്ട്. അതായത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യാനൊക്കെ അവരെ പഠിപ്പിക്കാനൊക്കെ പറ്റുന്നത് ഒരു പക്ഷേ മോണ്ടിസറി അറിയുന്ന ടീച്ചർ അറ്റ് ദ സെയിം ടൈം ഒരു റെമഡിയൽ ട്രെയിനർ കൂടെ ആണെങ്കിൽ അവർക്കത് കുറേ കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ സിംഗിൾ ചൈൽഡ്സ് ഉണ്ട്, ഒറ്റ കുട്ടികളായിട്ട് മാത്രമുള്ള, അവർക്ക് നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ആസ് എ മോണ്ടിസോറി ടീച്ചർ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചോദ്യമാണിത്. അതായത് പേഴ്സണലി ഞാനത് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. ഒരു മോളേ ഉള്ളൂ. ഓഫ് കോഴ്സ് ഞാൻ അവളെ ഹോം സ്കൂളിങ് ചെയ്യുകയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കുട്ടികൾ സിംഗിൾ ചൈൽഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ സോഷ്യലൈസേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ ഷെയർ ചെയ്യില്ല, അവരാരെയും ഒരു പരിധി വിട്ട് കയറാൻ സമ്മതിക്കില്ല. ഇങ്ങനെ കുറേ മിത്തുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആക്ച്വലി സിംഗിൾ ചൈൽഡ് ആയതുകൊണ്ട് അവരങ്ങനെ ആവുന്നതല്ല. ഓരോ ആളുകളും ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും. ആ പേഴ്സണാലിറ്റി ബേസ് ചെയ്തിട്ടാണ് അവർ ഷെയറിങ് ആവോ, കെയറിങ് ആവോ, അല്ലെങ്കിൽ അവർ ആളുകളോട് ഓപ്പൺ അപ്പ് ചെയ്യുമോ എന്നുള്ളതൊക്കെ അതൊക്കെ സംഭവിക്കുന്നത് ആക്ച്വലി പേഴ്സണാലിറ്റി ബേസിസിലാണ്. പിന്നെ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് എൻവയൺമെൻറ്റ്. അതിന് ചെലുത്താൻ പറ്റുന്ന സ്വാധീനം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ എങ്ങനെ സാധ്യതയുണ്ട്, സിംഗിൾ ചൈൽഡായിട്ട് വളരുന്ന കുട്ടികൾ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളത് ഓൾറെഡി സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിംഗിൾ കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഷെയർ ചെയ്യണ്ടാവില്ല കേട്ടോ, അത് കുട്ടി ഇങ്ങനെ ഇരിക്കും, നോക്കണം കേട്ടോ, അത് വാങ്ങണ്ട അവൻ്റെ കയ്യിൽ നിന്ന്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നൊരു മെൻറ്റാലിറ്റി കണ്ടുവരാറുണ്ട്. അതൊരു തെറ്റായ ധാരണയാണ് സത്യത്തിൽ. കാരണം എൻ്റെ മോള് ഭയങ്കര പീപ്പിൾ പേഴ്സണാണ്. എൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിരുന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ, ചെറിയ കുട്ടികൾ, അതിനകത്ത് സിംഗിൾ ചൈൽഡ് ആയിട്ടുള്ളവർ, ഷെയറിങ് ചെയ്യുന്നവരും, ഒത്തിരി കുട്ടികളുള്ളവർ, അതായത് വീട്ടിൽ തന്നെ 2-3 കുട്ടികളുള്ളവർ ഷെയർ ചെയ്യാത്തവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 തരത്തിലും സംഭവിക്കാം. അതിന് പേഴ്സണാലിറ്റിയും അവർ വളർന്നു വരുന്ന എൻവയൺമെൻറ്റും ബാധിക്കുന്നുണ്ട്. സത്യമാണ്, പേഴ്സണാലിറ്റി ആയിരിക്കും കുറച്ചുകൂടെ കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെപ്പോഴും പറയാറില്ലേ, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അത് വിട്ടിട്ട് നമ്മളൊന്നും ചെയ്യില്ല അല്ലേ? അതൊരു പേഴ്സണാലിറ്റി തന്നെയാണ്. ഇപ്പം ഞാൻ സിംഗിൾ ചൈൽഡ് ആയിരുന്നില്ല, പക്ഷേ ഞാൻ അത്ര ഭയങ്കര സോഷ്യലി ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. ഇപ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ സമയം കിട്ടി, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. കുറേ ആളുകൾ വന്ന് ഇവരെപ്പോഴാണ് പോകാമെന്ന് ചോദിക്കില്ലേ, ഞാൻ അങ്ങനെ ഒരു ചിന്തയുള്ള ഒരാളാണ്. പക്ഷേ ഞങ്ങളെ വീട്ടിൽ ഞാൻ വളർന്നതൊരു ജോയിൻറ്റ് ഫാമിലിയിലാണ്. എൻ്റെ സിബ്ലിങ്സ് എനിക്ക് 2 പേരുണ്ടായിരുന്നു, ഞങ്ങൾ 3 കുട്ടികളാണ്. എന്നിട്ടും ഞാനതിന് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നില്ല. ഞാനങ്ങനെ ഭയങ്കര ഷെയറിങ് ഒന്നുള്ള ഒരാളല്ല. എനിക്കിഷ്ടമുള്ള കുറച്ച് ആളുകൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതിലപ്പുറം സോഷ്യലി ഭയങ്കര ഷെയറിങ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല. അതിപ്പോൾ സംസാരിക്കുന്നതാണെങ്കിൽ പോലും ഞാൻ ഒത്തിരി ഷെയർ ചെയ്യില്ല, ഭയങ്കര റിസർവ്ഡ് ആയിരുന്നു. എൻ്റെ മോള് ഒറ്റയ്ക്കാണ് വളർന്നത്, പക്ഷെ അവൾക്ക് ആരെയും കിട്ടിയാൽ മതി അത് കൊണ്ടു കൊടുക്കാൻ. അവൾ ഭയങ്കര ഷെയറിങ് ആണ്, അത്ര റിസർവ്ഡ് ഒന്നുമല്ല, പക്ഷെ സോഷ്യലൈസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് നമുക്ക് തോന്നുന്നതാണ്, നമ്മളെ തോന്നലുകളാണെന്ന് പറയില്ല, അതുപോലെ നമ്മുടെ തോന്നലുകൾ നമ്മുടെ ഡിസിഷൻസായി മാറും, അത് നമ്മുടെ പേഴ്സണാലിറ്റി ആയി മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അതിനെ കാണാനാണ് എനിക്കിഷ്ടം. മോണ്ടിസറി പഠിക്കുന്ന ഒരു ടീച്ചർക്ക്, പഠിച്ചു വരുന്നൊരു ടീച്ചർ മോണ്ടിസറി മെത്തഡോളജിയിലൂടെ അവരെ കുറച്ചുകൂടെ ഷെയറിങ്ങും അതുപോലെ തന്നെ സോഷ്യലൈസ് ചെയ്യാനും കേപ്പബിൾ ആക്കുന്നുണ്ട് എന്നാണ് പറയാൻ പറ്റുക. ഈ ഒരു മോണ്ടിസോറി ടീച്ചറിന് ആ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി അതുപോലെ തന്നെ സോഷ്യലൈസേഷനൊക്കെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. നമ്മളിത് പലപ്പോഴും ഇപ്പം എൻ്റെ അടുത്തൊക്കെ പേരൻസ് കൊണ്ടുവരാറുണ്ട്, കുട്ടി ഒട്ടും സോഷ്യലൈസ്ഡ് അല്ല. അപ്പം നമ്മൾ നോക്കുമ്പം ചിലപ്പോൾ എൻ്റെ കേസ് എന്ന് പറയുന്നത് ഈ ഒറ്റക്കുട്ടി ആയതുകൊണ്ടായിരിക്കാം. അപ്പം ഓക്കെ, ഒറ്റക്കുട്ടി അല്ലാത്തവരിലും നമ്മൾ ഈ കേസസ് കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സ്റ്റുഡൻസിൽ
നമുക്ക് ആ ഒരു ഇത് ടീച്ചറിന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുക. കാര്യം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരുന്നത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ ആയിരിക്കും. പക്ഷേ ടീച്ചറിൻ്റെ അടുത്താണ് അവർ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു മോണ്ടിസറി ടീച്ചേഴ്സിനായിരിക്കും. അപ്പോൾ അവർക്ക് അത് എത്രമാത്രം അപ്ലൈ ചെയ്യാൻ പറ്റും? അതിനകത്ത് ആക്ച്വലി ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് ടീച്ചേഴ്സിന്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ ബിഹേവിയറിൽ ഏറ്റവും കൂടുതൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുക ആ വീട്ടിലുള്ള ആളുകൾക്കാണ്. അതും ആ 0 to 7 എന്ന് പറയുന്നൊരു ഏജ് പീരീഡിൽ. ആ പീരീഡിൽ അവരുടെ ഫൗണ്ടേഷൻ, പേഴ്സണാലിറ്റി ഫൗണ്ടേഷൻ സെറ്റായി കഴിഞ്ഞു. പിന്നെ നമ്മളീ പറയില്ല കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതൊന്നാമത്തെ ഏരിയ. രണ്ടാമത്തത് ടീച്ചേഴ്സിന് ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ പറയും കുട്ടികൾ കൂടുതൽ സമയം സ്കൂളിലാണെന്ന്. ഈ സ്കൂളിൽ പോകുന്ന കുട്ടി, ആ കുട്ടിയുടെ അടുത്ത് എത്ര ടീച്ചേഴ്സ് വരുന്നുണ്ട്? ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ടാവും. ഓരോ ഏരിയാസിനും ഓരോ ടീച്ചേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളാണെങ്കിൽ അവിടെയും ടീച്ചേഴ്സ് 24 അവർ ഒരു കുട്ടിയുടെ കൂടെ അല്ല. അപ്പോൾ ഓരോ കുട്ടിയുടെ ലൈഫിലേക്കും കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർഫിയർ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഒരു മാജിക് ചെയ്യാൻ അവരൊരു മെജീഷ്യനൊന്നുമല്ല. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ, പേരൻസിന് എപ്പോഴുമുള്ള ഒരു പാറ്റേൺ ആണ്, ടീച്ചർ ഒന്ന് ശ്രമിക്കുക, ടീച്ചർ ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ കൂടെ ഉണ്ടാവുന്ന കുട്ടിയെ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല, എന്നിട്ട് നമ്മൾ ആ വർക്കും കൂടെ ടീച്ചേഴ്സിന് കൊടുക്കുകയാണ്. അപ്പോൾ ആ ടീച്ചർ ഈ കുട്ടിയെ മാറ്റുമോ, പഠിപ്പിക്കാനുള്ള ഏരിയ നോക്കുമോ, അതോ ഓവറോൾ ആ ടീച്ചർക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അതിനിടയിൽ അവർ ഈ കുട്ടികൾ നോക്കിയിട്ട് അവരുടെ റെഡിനെസ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വലിയൊരു കാര്യം എന്നേ ഞാൻ പറയുള്ളൂ. എപ്പോഴും നമ്മൾ ടീച്ചേഴ്സിനെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റിയിട്ട് ആർക്കാണ് കുട്ടി മാറണമെന്ന് ഏറ്റവും അധികം ആവശ്യമുള്ളത്? ടീച്ചറിനാണോ പേരൻറ്റിനാണോ? പേരൻസിനാണ്. അപ്പം ആർക്കാണ് ഏറ്റവും അധികം അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുക ജെന്യുവനായിട്ട്, സിൻസിയറായിട്ട്? പേരൻസിനല്ലേ. എന്തുകൊണ്ട് അത് നമുക്ക് ചെയ്തുകൂടാ? നമ്മൾ ഈ എല്ലാ ഇതും വന്നിട്ട് ടീച്ചേഴ്സിൻ്റെ തലയിൽ. കാരണം എനിക്ക് പല സമയങ്ങളിലും വിഷമം തോന്നിയിട്ടുണ്ട്. നമ്മൾ ടീച്ചേഴ്സിനെ കുറ്റം പറയും. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് സ്കൂളിൽ നിന്ന് കിട്ടിയതാണെന്ന് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കാണാറില്ല. കാരണം നമ്മളിപ്പോഴും സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്, ഇപ്പം എനിക്ക് എൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ല, എനിക്ക് കല്യാണിയല്ലേ കാണുന്നത്, ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങോട്ടേക്കല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ അക്കൗണ്ടബിൾ ചെയ്യുന്ന ഒരു പാറ്റേൺ മനുഷ്യ സഹജമാണ്. അത് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മളത് മാറ്റാൻ നോക്കുക. നമ്മളിലേക്ക് നോക്കുക, നമ്മൾ ചെയ്യുന്ന എന്താണ് ഈ കുട്ടിക്ക് കിട്ടിയേക്കുന്നതെന്ന്. ഇപ്പം എൻ്റെ മോൾക്കുണ്ട് ഒരുപാട് ക്വാളിറ്റീസ് ഞാൻ ചെയ്യുന്നത്. അത് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഞാൻ ആട്രിബ്യൂട്ട്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നല്ലതും ആവാം, അല്ലാത്തതും ആവാം. നമ്മുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് പേരൻസിനാണ് പറ്റുക. ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റും, എന്നാലും അതിലും കൂടുതൽ ഞാൻ പറയും പേരൻറ്റിനാണ് എപ്പോഴും പറ്റുക. അപ്പോൾ നമ്മൾ പറയും ജോലിയാണ്, തിരക്കാണ്, ബിസി ആയതുകൊണ്ട് സമയം കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം അവിടെ എന്ത് സോർട്ട് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നോക്കേണ്ടത്. മോണ്ടിസറി ടീച്ചർക്ക് കംപ്ലീറ്റ് ആയിട്ട് അത്രയും വലിയൊരു മാറ്റം മോണ്ടിസറി ടീച്ചർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. നമ്മുടെ സൈഡ് നമ്മൾ ചെയ്യുന്ന വേണം. ഓക്കെ. അല്ല, അത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം മോണ്ടിസറി സ്കൂളാണല്ലോ. അപ്പം ഞാൻ എൻ്റെ കുട്ടിയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ടീച്ചറിനെയാണ് ഏൽപ്പിക്കുന്നതെന്നുള്ളതൊരു പൊതുവേ ഉള്ളൊരു ധാരണയാണ്. ഓക്കെ, നമുക്കതെന്തായാലും മാറ്റിക്കൊണ്ട് എനിക്ക് തോന്നുന്നു. അതിനകത്തൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ മോണ്ടിസറി സ്കൂൾസിൻ്റെ കേസ് പറഞ്ഞതുകൊണ്ട്, നോർമലി നമ്മളൊരു മോണ്ടിസറി ഹൗസ് ഓഫ് ചിൽഡ്രനായിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓറിയൻറ്റേഷൻ സെഷൻസും പേരൻസിനുള്ള സെഷൻസും ഒക്കെ പോകും. അത് കുട്ടിയുടെ പഠന നിലവാരം നോക്കാനല്ല, പേരൻസിനെ പ്രിപ്പയർ ചെയ്യണം. ആ കുട്ടിയുടെ ഇൻഡിവിജ്വൽ സ്കോറിങ്, ആൾക്ക് പേഴ്സണാലിറ്റി ഏത് ലെവലിലാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് പേരൻസും കുറച്ചുകൂടെ കോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ അതൊരു കമ്പൈൻഡ് റെസ്പോൺസിബിലിറ്റി ആക്കിയിട്ട് രണ്ടുപേരും, ഇപ്പോൾ കല്യാണം ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് എടുത്ത് കൺസൾട്ടിങ് വരുമ്പം എങ്ങനെയാണ് ചെയ്യുന്നത്, ഇറ്റ്സ് എ കമ്പൈൻഡ് റെസ്പോൺസിബിലിറ്റി. അതുപോലെ രണ്ടുപേരും ഒരേ ലെവലിൽ അതിന് കൊണ്ടുവന്നാൽ നമുക്ക് ഒരു പരിധി വരെ അതിനകത്ത് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് വളർന്നു വരുന്ന സ്റ്റേജസ് ഫുള്ളും അത് കവറപ്പ് ചെയ്യുന്നത് ഈ പറഞ്ഞ മോണ്ടിസോറി സ്കൂൾസിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കിൻഡർ ഗാർഡൻസ് അങ്ങനെയുള്ള സ്കൂൾസിലൊക്കെ ആയിരിക്കും. അവിടെ മുതലേ പേരൻസ് കൊടുക്കുന്ന ഒരു പ്രഷറുണ്ട്, നീ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കണം, റാങ്ക് വാങ്ങിക്കണം എന്നുള്ളത്. അത് ഈവൻ വളർന്ന് വലുതായി ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴും ഈ ക്വസ്റ്റ്യൻ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ചൊല്ല് നമ്മൾ കേൾക്കാറുണ്ട്. ഈവൻ നമ്മളൊരു വർക്കിന് പോകുമ്പോഴും അവിടെ നീ ബെസ്റ്റ് എംപ്ലോയി ആയിരിക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ ആസ് എ പാരൻറ്റിങ് കോച്ച് മാം, ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അവരോട് പറയാനുള്ളത് എന്താണ്? ഒരു പാരൻറ്റിനോട് ഇങ്ങനെ പറയും. കാര്യം ഈ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള ഒരു പ്രഷറാണ്.
ഒരു സ്കൂൾ പ്രഷർ അല്ലെങ്കിൽ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ പ്രഷർ എന്ന് പറയുന്ന ഭയങ്കര രീതിയിലുള്ള പ്രഷർ. ഈ പ്രഷർ കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? അതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ റീസെൻ്റ്ലി ഒരു പ്രീ സ്കൂളിൻ്റെ ഗ്രാജുവേഷൻ സെറിമണിക്ക് പോയപ്പോൾ അവാർഡ് പ്രസൻറ്റ് ചെയ്യുന്നത് ഞാനായിരുന്നു. അപ്പോൾ അവിടെ പേരൻസൊക്കെ ദേ വർ ലുക്കിംഗ് റിയലി പ്രൗഡ് അബൌട്ട് യുവർ കിഡ്സ്. അപ്പം ഞാൻ സംസാരിച്ചപ്പോൾ അവിടെയും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ ലൈഫിൻ്റെ എൻഡിങ് വരെ നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ആവുക എന്നുള്ളതാണ്, അല്ലേ? പക്ഷെ നമുക്കതിനെ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇപ്പോൾ ഈ ഫസ്റ്റ് ആവുക എന്ന് പറയുമ്പം അതും സ്കൂളിൽ എസ്പെഷ്യലി പറഞ്ഞതുപോലെ സ്കൂളിൻ്റെ ബിഗിനിങ് മുതൽ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഈ പ്രീ കെ ജിയിൽ പോലും ഗ്രാജുവേഷൻ സെറിമണി വെക്കുന്നത്. ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നമ്മൾ വർക്കിന് കയറി എല്ലായിടത്തും നമ്മൾ ബെസ്റ്റ്. ഇതിൻ്റെ പുറകിൽ ഒരു റോങ് അല്ലെങ്കിൽ ഒരു റോങ് എന്ന് പറയുന്നതിൽ ഒരു ഫാൾസ് ഇമേജ് ഉണ്ട്. ബെസ്റ്റ് ആയാലേ നന്നാവുള്ളൂ എന്ന്. ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് നല്ല ആളുകൾ. അപ്പം നമ്മൾ ആക്ച്വലി പറയാതെ പറയുന്നത് ബെസ്റ്റ് ആവാത്ത ആളുകളെ കൊള്ളില്ല എന്നാണ്. അത് നമ്മൾ പറയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ടാണല്ലോ ബാക്ക് ബെഞ്ചേഴ്സ് വരുന്നത്. ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികൾ പഠിക്കുമ്പം നീ ഇങ്ങനെ ഇരുന്നോ, ഒന്നും പഠിക്കേണ്ട. ബാക്കിലുള്ള ആളുകൾ ബൈ ഡിഫോൾട്ട് പഠിക്കാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് അവർ ബാക്കിലിരിക്കുന്നത്. ഇങ്ങനെ നമ്മളുടെ ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ ജനറേഷനുകളായിട്ട് ഇത് തന്നെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ അറിയാതെ നമ്മളും ആ ലൂപ്പിൽ പെട്ടു പോകുന്നതാണ്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എൻ്റെ മോള് സ്കൂളിൽ പോകാത്തത് കൊണ്ട് അവൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പോൾ അങ്ങനെ അത് പോകാത്തത് കൊണ്ടാണ് നിനക്ക് അറിയാത്തത് എന്നുള്ളൊരു ഇതിലാണ് ആളുകൾ പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ചിന്താഗതി മാറ്റിയേ തീരൂ. അത് മാറ്റണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങൾക്കത് മാറണ്ടേ? ആ ലൂപ്പിൽ തന്നെ ഇരുന്നാൽ മതിയോ? ത്രൂ ഔട്ട് നിങ്ങളെ ലൈഫ് എൻഡിങ് വരെ അത് മതിയെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ആ കോൺസിക്വൻസസും നിങ്ങൾ തന്നെ ഫേസ് ചെയ്യണം. കാരണം നമ്മളെ കുട്ടി എല്ലായിടത്തും ഫസ്റ്റ് ആവണമെങ്കിൽ ഫസ്റ്റ് ആയിട്ടില്ലേ നമ്മൾ ഫേസ് ചെയ്യണം. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഇനി അതല്ല, നിങ്ങൾക്ക് ആ കോൺസിക്വൻസ് ഫേസ് ചെയ്യണ്ടേ എങ്കിൽ വേറെ ബെറ്റർ ഓപ്ഷൻ ഉണ്ടല്ലോ. വൈ ഡോണ്ട് യു സ്വിച്ച് ടു ദാറ്റ്? അപ്പോൾ ആ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ചിന്താഗതിയെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പേരൻസ് പറയാൻ നമ്മൾ പറയാറില്ലേ, പഴയ ചിന്താഗതിയാണ് അത് മാറണമെന്ന്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളതിനെ നമ്മൾ അത് കെട്ടിപ്പിടിച്ചിരിക്കുന്നു അല്ലേ? അപ്പം അതൊരു എന്താ പറയുക, ഇരട്ടത്താപ്പ് തന്നെയല്ലേ ഇനി പറയുക. രണ്ട് റൂള്, എനിക്കൊരു റൂള്, അവർക്ക് വേറൊരു റൂള്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളെ കുട്ടികളോട് എല്ലാത്തിലും ഫസ്റ്റ് ആവണം. ഇതിന് ഈ സോഷ്യൽ സ്റ്റാറ്റസ്, അതുപോലെ നമ്മുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ അടുത്തു നിന്നുള്ള പ്രഷർ, ഇതൊക്കെ നന്നായിട്ട് ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അപ്പോഴും യു ഹാവ് എ ചോയ്സ്. മാറ്റണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ആ ചിന്താഗതി നമ്മൾ മാറ്റണം എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നിടത്ത് പുതിയ സൊല്യൂഷൻസ് വരും. അത് കാണണമെങ്കിൽ ഇതൊരു പ്രോബ്ലമാണ്, ഇത് എനിക്ക് എൻ്റെ സമാധാനം ഇത് കളയുന്നുണ്ട്, എൻ്റെ സന്തോഷവും സമാധാനവും ഇത് കളയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ലൈഫ് ലോങ് ആയിട്ട് കൊണ്ടുവരണ്ട. ഇനി അതല്ലെങ്കിൽ ഈ ഫസ്റ്റ് ആവണമെന്ന് പറഞ്ഞ് നമ്മളെ കുട്ടികൾ നമ്മൾ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുമ്പം അവരുടെ ക്യാരക്ടറിൽ വരുന്ന ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഒരുപാട് അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ അവർക്ക് പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ ദേഷ്യം പിടിക്കുന്ന കുട്ടികളുണ്ടാവും, ബഹളം ഉണ്ടാക്കുന്ന കുട്ടികളുണ്ടാവും, അവരുടെ ക്യാരക്ടർ കംപ്ലീറ്റ് ചേഞ്ച് ആവും, നമ്മളോട് ഓപ്പൺ അപ്പ് ആവുന്നത് അവർ നിർത്തും, അവർക്ക് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ വരും. ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ എടുത്തോ, ദാറ്റ്സ് യുവർ ചോയ്സ്. പക്ഷേ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി ചിന്തിക്കണം. മാറ്റി ചിന്തിക്കുന്നു എന്ന് പറയുന്നിടത്താണ് പുതിയ ഓപ്പണിങ്സ് വരുന്നത്. പിന്നെ അതെന്തെന്നുള്ളത് മാത്രമാണ്. എപ്പോഴും നമ്മൾ എങ്ങനെയെന്ന് പറയുന്ന ഇതൊരു പ്രോബ്ലമാണ്, ഇതിനെ നമ്മൾ സോൾവ് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ ഒരു സൊല്യൂഷൻ വന്നു തുടങ്ങും. പക്ഷേ ഇതൊരു പ്രോബ്ലം അല്ല, സൊസൈറ്റൽ പ്രഷറുണ്ട്, ഓക്കെ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ കുട്ടിയുടെ ക്യാരക്ടർ ചേഞ്ച് ആവുന്നുണ്ട്, പ്രശ്നം വരുന്നുണ്ട്, ഞാനും അവനുമായിട്ടുള്ള റിലേഷൻ മാറുന്നുണ്ട്, ഓക്കെ എനിക്ക് കുഴപ്പമില്ല, എന്നാലും എൻ്റെ കുട്ടി എനിക്ക് ഫസ്റ്റ് ആയാൽ മതി. പക്ഷെ അങ്ങനെ ഒരു അമ്മയോ അച്ഛനോ ചിന്തിക്കില്ല. നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാത്തത് കൊണ്ട് അറിയാതെ നമ്മൾ ആ ലൂപ്പിൽ പെട്ടുപോകുന്നതാണ്. അത് മാറ്റി ചിന്തിച്ച് തുടങ്ങുക. അത്രയാണ് എനിക്ക് അവരോട് ഇപ്പോൾ പറയാനുള്ളൂ. ഓക്കെ, ഇന്ന് എല്ലാ കുട്ടികളും അവർ ഫുഡ് കഴിക്കണമെങ്കിൽ ഇപ്പം കുഞ്ഞ് ജനിച്ച് കുറച്ചൊരു 2 വയസ്സ് മുതൽ അവർക്ക് ആഹാരം കൊടുക്കുമ്പം പേരൻസ് ഏറ്റവും കൂടുതൽ അവരെ അടക്കിയിരുത്തുന്നത് ഫോൺ കൊടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ടാബ്ലറ്റ് കൊടുത്തിട്ടായിരിക്കും. അപ്പോൾ ഒരു സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് കുട്ടികളെ സംബന്ധിച്ച്. അപ്പോൾ ആസ് എ ഏർലി ചൈൽഡ്ഹുഡ് ന്യൂറോ കോച്ച്,
നമുക്കിതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, എന്നാലും നമുക്ക് അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീൻ ടൈം കൂടുമ്പം കുട്ടികൾ അത് എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യാറുണ്ട്? ഓക്കെ, ഞാനതിൻ്റെ ഫസ്റ്റ് പാർട്ട് പറയാം. ഒന്ന്, ഇതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞില്ല, മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞു. മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുന്ന സ്റ്റേജ് ആക്ച്വലി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ എന്നാലും മാറ്റിയെടുക്കാൻ പറ്റും, ഇല്ല എന്നില്ല. പക്ഷേ നമ്മൾ എത്രത്തോളം ഈസായിട്ടത് കൊണ്ടുപോയി അത്രത്തോളം നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും അത് മാറ്റിയെടുക്കാനും. ഇപ്പം ഞാൻ ഈ ഏർലി ചൈൽഡ്ഹുഡ് ന്യൂറോ കോച്ചിങ് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി കുട്ടികളുടെ ക്വയറീസ് വരാറുണ്ട്, ഈ പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ട്. പക്ഷെ ഞാനത് എടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, എനിക്ക് ആ വിഷമം കണ്ടു നിൽക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഈ കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ മുക്കാഭാഗം പ്രോബ്ലംസും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തതായിരിക്കും, അറിഞ്ഞോ അറിയാതെയോ. അപ്പം ഒരു കുട്ടിയുടെ കേസിൽ ആ കുട്ടിക്ക് ഒരു ഡാമേജ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എത്ര സമയം എടുത്തോ അത്ര തന്നെ സമയമോ അതിൽ കൂടുതലോ അത് റിപ്പയർ ചെയ്യാൻ എടുക്കും. ഇത് ഒരുവിധം ആളുകൾക്ക് മനസ്സിലാവാറില്ല. അതുകൊണ്ടാണ് എനിക്ക് എൻക്വയറി വരുമ്പം ടീനേജേഴ്സിൻ്റെ എൻക്വയറി വരുന്നത്. ഇപ്പം അവൻ ഇങ്ങനെയാണ്, ഇപ്പോൾ അവൻ കേൾക്കുന്നില്ല. കാരണം നമ്മളെക്കാളും പവർ അവർക്ക് വന്നു തുടങ്ങുമ്പം അവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും അതിൻ്റെ പ്രഹരം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇമ്പാക്റ്റ്. അപ്പോൾ ആളുകൾ ഒരു സൊല്യൂഷൻ തേടിപ്പോവും. അഗെയിൻ ഒരു 15 വയസ്സായ കുട്ടീനെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ മിനിമം നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു 8 മുതൽ 10 വർഷം വരെയെങ്കിലും വർക്ക് ചെയ്യേണ്ടി വരും. അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമില്ല. കാരണം നമ്മളത് ഒരു ദിവസം കൊണ്ടല്ല ആക്കിയെടുത്തത്, 15 കൊല്ലം കൊണ്ടാണ് അല്ലേ. പക്ഷേ അത് മാറ്റിയെടുക്കാൻ പറ്റും. അഗെയിൻ നിങ്ങൾക്ക് മാറ്റിയെടുക്കണം, നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ശ്രമിച്ച് വർക്ക് ചെയ്ത് അതിനകത്ത് ഒരു 20, 30, 40% നിങ്ങൾക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും നിങ്ങളൊരു 4 to 5 years ഇൻവെസ്റ്റ് ചെയ്താൽ. അഗെയിൻ അതൊരു കറക്റ്റ് ആൻസർ പറയണമെങ്കിൽ മേ ബി ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകേണ്ടി വരും. ബട്ട് ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ്. അപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അടുത്തത്, ഈ സ്ക്രീൻ ടൈം മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യാമെന്നുള്ളത്. മാറ്റിയെടുക്കുന്നതിലും നല്ലതാണ് അത് തുടങ്ങി വെക്കാത്തത്. അതാണ് എപ്പോഴും അതിനകത്തുള്ളൊരു, നമ്മൾ പറയില്ല എന്താണ്, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അതാണ് എപ്പോഴും എളുപ്പം. അപ്പോൾ എന്നോട് ആരെയും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടിക്ക് ഇപ്പോൾ എത്ര വയസ്സായി, ആദ്യത്തെ ചോദ്യം അതാണ്. അപ്പോൾ ഒരു 3 years 4 years 5 years എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഓക്കെ, സ്റ്റിൽ യു ഹാവ് ടൈം, അത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. ഇനി അതല്ല, ചെറിയ കുട്ടികളുടെ അമ്മമാരാണ് ചോദിക്കുന്നത്, ഞാൻ പറയും ബെറ്റർ യു നോട്ട് ഗിവ്. കാരണം അത് എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇവനും ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ചെയ്യുക. ചോദിക്കുന്നുണ്ടെന്ന് പറയുന്ന പോയിന്റിൽ അത് ചേഞ്ച് ചെയ്യാൻ എളുപ്പമാണ്. ഇനി അടുത്ത ഏരിയ, അതായത് ഓൾറെഡി കുട്ടികൾ അതിനകത്തേക്ക് അഡിക്റ്റഡ് ആയി കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആദ്യത്തെ കാര്യം. ഇതിന് അത്യാവശ്യം നല്ല ലെവലിൽ ക്ഷമ വേണം. കാരണം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഡാമേജിനെ നമ്മൾ തിരിച്ച് കറക്റ്റ് ചെയ്യുമ്പോൾ കോൺസിക്വൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ആ കുട്ടി ആദ്യത്തെ ദിവസം ചോദിക്കുമ്പോൾ, രണ്ടാമത്തെ ദിവസം ചോദിക്കുമ്പോൾ, മൂന്നാമത്തെ ദിവസം ചോദിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ട് വരും. നോന്ന് പറഞ്ഞിരിക്കും. നോന്ന് പറയാൻ പൊതുവേ ആളുകൾക്ക് ഭയങ്കര പാടാണ് അല്ലേ. ഈ കേസിൽ എസ്പെഷ്യലി അതൊരു പാടാണ്. കാരണം അവർ കാണിക്കാൻ പോകുന്ന ടാൻട്രംസ് എന്ന് പറയുന്നത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. പല ഏജിലുള്ള കുട്ടികൾക്ക് പല തരത്തിലാണത്. നമ്മളോട് മിണ്ടാതെയൊക്കെ ആയിപ്പോവും ചില കുട്ടികൾ, അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ റെഡി ആവുകയാണെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എപ്പോഴും മാൻഡേറ്ററി ആണ്. കാരണം നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്നതിനൊരു ലിമിറ്റുണ്ട്. അതിപ്പോൾ നമ്മൾ മോണ്ടസറി പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഓരോരോ ഏജ് ഗ്രൂപ്പിനനുസരിച്ചുള്ള എക്സ്പേർട്ട് ഏതാണോ അവരുടെ അടുത്ത് നമ്മൾ പോയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കൊണ്ടുവന്ന് അതൊരു പ്രോസസ്സാണ്. ഇപ്പം സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഓൾറെഡി അറിയുന്നുണ്ടാവും. ചില സമയത്ത് അവർ ചെറിയ മാറ്റങ്ങൾ കാണുമ്പോഴേക്ക് സിറ്റിംഗ് നിർത്തും, എന്നിട്ട് പിന്നെയും പ്രശ്നം വരുമ്പോൾ വീണ്ടും അവർ തിരിച്ചു വരും. ഇതൊരു പാറ്റേൺ ആണ്. അത് ഹ്യൂമൻ ബ്രെയിൻ അങ്ങനെയാണ് സ്ട്രക്ചേർഡ് ആയിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുമ്പം നമ്മളൊരു ഈസിൽ പോകും, പിന്നെയും വലിയ പ്രശ്നം വരുമ്പം അങ്ങനെ തന്നെയല്ലേ. ചെറിയ ചെറിയ സ്പാർക്കൊക്കെയാണ് നമ്മൾ മൈൻഡ് ചെയ്യില്ല, തീ കത്തുമ്പോഴല്ലേ നമ്മൾ ഓടിപ്പോയിട്ട് വെള്ളം ഒഴിക്കുള്ളൂ, അത്ര തന്നെ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു മോണ്ടിസറി അറിയുന്ന ആളാണെങ്കിലും, ഇനി അതല്ല അവർ ചൈൽഡ് സൈക്കോളജി പഠിച്ചിട്ടുള്ള ആളാണെങ്കിലും, എപ്പോഴും നമുക്ക് ആ ഫീൽഡിൽ ആക്റ്റീവായിരിക്കുന്ന ഒരാളുടെ എക്സ്പേർട്ട് ഒപ്പീനിയൻ അതെടുത്തുകൊണ്ടാണ് നമുക്കത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുക. അതൊരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു സാധനമല്ല. കാരണം അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ പറയാം നാളെ മുതൽ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പം ഫോൺ കൊടുക്കല്ലേ എന്ന്. അപ്പോൾ അവർ പറയും കുട്ടി കരയുന്നു എന്ത് ചെയ്യുമെന്ന്. അതിങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടൊരു സിമ്പിൾ അഡ്വൈസിലോ ചെറിയൊരു സൊല്യൂഷനിലോ അല്ലെങ്കിൽ 3 hacks 4 ways 5 techniques അതിനകത്ത് റൺ ചെയ്യുന്നൊരു കാര്യമല്ല. പിന്നെ ലാസ്റ്റ് ഏരിയ ആൻസർ ചെയ്യുന്നത്, ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആ കുട്ടിയായിട്ടൊരു നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുത്താൽ ഈ ഒരു
സ്ക്രീൻ ടൈം അഡിക്ഷനോ അതല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളോ മാനേജ് ചെയ്യാൻ നമ്മളത് കമ്പാരിറ്റീവ്ലി ഹെൽപ്പ് ചെയ്യും, കുറച്ചുകൂടെ നമ്മുടെ എഫേർട്ട് കുറയ്ക്കും. കാരണം ആ കുട്ടിയായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് കേൾക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു എഫേർട്ട് അവരുടെ സൈഡിൽ നിന്നും വരും. അതുകൊണ്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെയുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നേച്ചറിലേക്ക് എക്സ്പോഷർ കൊടുക്കുന്ന കുട്ടികൾക്ക് അഡിക്ഷൻ കുറച്ച് കൊണ്ടുവരാനുള്ള എഫേർട്ട് നമുക്ക് കുറയും. എന്ന് വെച്ചാൽ അവർക്ക് കമ്പാരിറ്റീവ്ലി നേച്ചർ എക്സ്പോഷർ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഇത് കുറച്ച് കൊണ്ടുവരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എഫേർട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ അത് ചെയ്തെടുക്കാൻ കുറച്ചുകൂടെ ഈസിയാണെന്ന് പറയാം കമ്പാരിറ്റീവ്ലി. ആ റിലേഷനും നാച്ചുറൽ എക്സ്പോഷർ, അവർക്ക് പുറത്ത് പോകുന്നത് അല്ലെങ്കിൽ നമ്മളൊരു എൻവയൺമെൻറ്റ്, ഒരു നേച്ചർ വാക്കോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെ ഇരുന്ന് വായിക്കുന്നു. നമുക്കിപ്പോൾ കാണാൻ പോലും പറ്റുന്നില്ല അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും. പുറത്തിരുന്ന് കളർ ചെയ്യുന്നു, സിനിമയിലൊക്കെ കാണാറുണ്ടല്ലോ ചിലപ്പോൾ ആ ഒരു ഏരിയ റെൻ്റ് ഔട്ട് ചെയ്ത് അവർ മാത്രം ഇരുന്ന് ചെയ്യുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കളർ ചെയ്യുന്നു, വരയ്ക്കുന്നു, നമ്മൾ കഥകൾ പറയുന്നു, ഗെയിംസ് കളിക്കുന്നു, മേ ബി ഒരു ബീച്ചിൽ പോകുന്നു. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും, നമ്മുടെ കുട്ടിയുടെ കൂടെ നമ്മൾ ബീച്ചിൽ പോയിട്ട് വെള്ളത്തിലിറങ്ങി നമ്മളും അവരും കുട്ടികളുടെ അതേ മൈൻഡ് സെറ്റിൽ നമ്മൾ എപ്പോഴാണ് ലാസ്റ്റ് കളിച്ചിട്ടുള്ളത് ഓർക്കാൻ പോലും ഉണ്ടാവില്ല. കാരണം നമ്മളവിടെ എന്താ പോയാൽ പറയാറിയോ, വെള്ളമാണ്, ദേഹത്തെ ചെളിയാവും, ബീച്ച് വൃത്തിയില്ല, വെള്ളത്തിലേക്ക് ഇറങ്ങണ്ട, മുങ്ങിപ്പോവും, അപകടം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ അപകടം നമ്മൾ കാണുന്നില്ല. സ്ക്രീനിൽ അഡിക്റ്റ് ആകുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പം കുറച്ചുകൂടെ ബെറ്റർ അതല്ലേ. ഇനി അഗെയിൻ അതിനകത്ത് നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാം. ഇവിടെ നമുക്കിത് അഡിക്ഷൻ മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുപോലെ അവിടെയും പ്രിക്കോഷൻസ് എടുക്കാം. ഒരു സ്വിമ്മിങ് അറിയുന്ന കുട്ടിയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ആ കുട്ടിക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് സ്വിമ്മിങ്ങിന് ചേർത്താൽ പോരെ. അഗെയിൻ അപ്പോൾ ഇതിനകത്ത് കുറേ പ്രോബ്ലംസ് വരും. ഞാനിപ്പോൾ അഡ്വൈസ് പറയുമ്പോൾ അവരെന്താ പറയുക, സ്വിമ്മിങ്ങിന് ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ, ഇങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുക്കണം എന്ന് പറയുന്നത്. ഇനി വൺ മോർ ഏരിയ യു ആസ്ഡ്, ഈ കുട്ടികൾക്ക് ഇമ്പാക്റ്റ് വരുന്നുണ്ട്, അതല്ലേ ചോദിച്ചത്? ഈ ഒരു ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് ഒരു എക്സാമ്പിൾ അത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ചോദിക്കാനായിട്ടായിരുന്നു. ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി, അപ്പോൾ 2 സിനാരിയോസിൽ നിൽക്കുന്ന കുട്ടികളെന്ന് വെച്ചു. ഒരു കുട്ടി ഫുൾ ടൈം ഫോണിലാണ്, 3 വയസ്സേ ഉള്ളൂ. മറ്റേ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ഒരു നേച്ചർ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ ഒരു കുട്ടി. ഇവർ രണ്ടുപേരെയും ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഓഫ് കോഴ്സ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഈ രണ്ടാമത് പറഞ്ഞ കേസിലുള്ള കുട്ടി, അതായത് നേച്ചർ എക്സ്പോഷറുണ്ട്, സോഷ്യലൈസേഷനുള്ള വഴികളുണ്ടാവുന്നുണ്ട്. ഓഫ് കോഴ്സ് സ്ക്രീൻ ടൈം ഇല്ല, അതൊരു വലിയ ഇമ്പാക്റ്റാണ്. ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ കുട്ടിക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു പോയിന്റ്. അങ്ങനെയുള്ളൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് കമ്പാരിറ്റീവ്ലി ഓരോ ഏജിലും അച്ചീവ് ചെയ്യേണ്ട മൈൽ സ്റ്റോൺസ് മേ ബി കുറച്ചുകൂടെ നേരത്തെ അച്ചീവ് ചെയ്യാൻ തുടങ്ങും. കാരണം ആ കുട്ടിയുടെ നമ്മൾ ബ്രെയിൻ കണക്ഷൻ എന്ന് പറയുന്നത് സിനാപ്സ് എന്ന് പറയുന്നൊരു ഇതാണ് കണക്ട് ചെയ്യുന്നത്. ആ ഏജിൽ ഉള്ള കുട്ടികൾ എത്രത്തോളം അവർ എൻഗേജ്ഡ് ആവുന്നോ അത്രത്തോളം അവരുടെ ബ്രെയിൻ കണക്ഷൻ, ന്യൂറോൺ കണക്ഷൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അത്രത്തോളം ആ കുട്ടിക്ക് നമ്മൾ പറയില്ലേ പൊട്ടൻഷ്യലുള്ള ഒരാളെന്ന് പറയില്ലേ, പൊട്ടൻഷ്യലുള്ള കുട്ടിയായി മാറിക്കൊണ്ടിരിക്കും. ഏത് അമ്മയ്ക്കും അച്ഛനാണ് കുട്ടി പൊട്ടൻഷ്യലുള്ള ഒരു കുട്ടിയായി മാറാൻ ഇഷ്ടമില്ലാത്തത്? എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ ഈ പറഞ്ഞ സെക്കൻഡ് സിറ്റുവേഷൻ വേർ ദാറ്റ് പേഴ്സൺ ഈസ് ഗെറ്റിംഗ്, ദാറ്റ് ചൈൽഡ് ഈസ് ഗെറ്റിംഗ് ഇനഫ് എക്സ്പോഷർ ടു നേച്ചർ, ഇൻട്രാക്ഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഓഫ് കോഴ്സ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി ഭയങ്കര കൂടുതലായിരിക്കും ഈ നേരത്തെ പറഞ്ഞ കുട്ടിയെ അപേക്ഷിച്ച്. അഗെയിൻ ഇതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഡിസൈഡ് ചെയ്യുന്നത്. ആ കുട്ടിയുടെ ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഇൻഹെറിറ്റഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യുമെങ്കിലും ഒരേ തരത്തിലുള്ള 2 കുട്ടികൾ, ഇപ്പം കംപ്ലീറ്റ്ലി ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലുള്ള മേ ബി ഒരേ പേഴ്സണാലിറ്റി ഉള്ള കുട്ടികളാണെന്ന് വിചാരിക്കും. എന്നാൽ പോലും ഈ 2 എക്സ്പോഷറും അവർക്ക് എന്തുണ്ട്, ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞ ആൾക്ക് എപ്പോഴും ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂടുതലായിരിക്കും. മറ്റേ ആളുടെ നോർമൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ പോലും ചില സമയത്ത് ഈ സ്ക്രീൻ അഡിക്ഷൻ ഹാമ്പർ ചെയ്യും. ആ കുട്ടിക്ക് നാച്ചുറലായിട്ട് ആ കുട്ടി സ്ക്രീൻ കാണാതെ നേച്ചറും ഇല്ല, ഇൻട്രാക്ഷനും ഇല്ല, എന്നാലുള്ള ഡെവലപ്മെൻറ്റിനേക്കാളും കുറവായിരിക്കും സ്ക്രീൻ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒരു വർക്കിംഗ് വുമൺ അല്ലെങ്കിൽ വർക്കിംഗ് മദറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടിപ്സ് എന്തായിരിക്കും അവർ കുട്ടികളെ നോക്കുന്ന കാര്യത്തിൽ? ആ കുട്ടികളെ നോക്കുന്ന കാര്യത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ടിപ്സായിട്ട് എനിക്ക് പറയാൻ ഇപ്പോഴൊന്നും ഓർമ്മ വരുന്നില്ലെങ്കിലും കിട്ടുന്ന സമയങ്ങളിൽ കുറച്ച് സമയം ക്വാളിറ്റി ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. എല്ലാവരും പറയുന്നൊരു വാക്കാണ് ക്വാളിറ്റി ടൈം, അല്ലേ? ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് അരമണിക്കൂറല്ല, 1 മണിക്കൂറല്ല, 24 മണിക്കൂറോ 2 മാസമോ 5 മാസമോ ഒന്നുമല്ല. അവരുടെ കൂടെ ഇപ്പം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഒരു ക്വാളിറ്റി ടൈമാണ്. നമ്മൾ തമ്മിൽ
ഒരു ഇൻട്രാക്ഷൻ, റിലേഷൻ ഷെയർ ചെയ്യുന്നു, ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്നു, സ്ക്രീൻ അഡിക്ഷൻ ഇല്ല, അറ്റൻഷൻ വേറെ അങ്ങോട്ടും പോകുന്നില്ല. ഇങ്ങനെ ഒരു ക്വാളിറ്റി ടൈം ഒരു 5 മിനിറ്റെങ്കിലും കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഒരു വർക്കിംഗ് അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഇനി അതിനകത്ത് നോക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ആ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അത് ഏറ്റവും നന്നാവുക എപ്പോഴാണെന്നറിയോ? നമുക്ക് സമയമില്ലാത്ത 2 സമയങ്ങൾ എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ഉറങ്ങി എണീറ്റിട്ടുള്ള സമയവും രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ടൈം, തൊട്ട് മുന്നേ. ഈ 2 സമയം നമ്മൾ എപ്പോഴും ഒരു തിരക്കിലാണ്, അവരെ കാണാതെ പോകുന്ന സിറ്റുവേഷനിലാണ്. ആ സമയത്ത് അവരുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്താൽ അത് നമ്മളെ റിലേഷനെ ഹെൽപ്പ് ചെയ്യും. അത് എത്ര നേരത്തെ ഉണ്ടാകുന്നു അത്രയും നല്ലത്. അപ്പം നമ്മളൊരിക്കലും 2.5 വയസ്സുള്ള കുട്ടീനോട് എന്ത് പറയാനാണ്? ആ കുട്ടീനോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു മോനെ, ഐ ലവ് യു മോളെ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് മനസ്സിലാവും. ട്രസ്റ്റ് മീ ഓൺ ദിസ്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 2 മിനിറ്റ് ഐ ലവ് യു എന്ന് പറയാനായിട്ട് 2 മിനിറ്റ് പോലും വേണ്ടിയില്ല. എന്നാലും ഞാൻ പറയാണ്, സെക്കൻഡ്സ് മതി. എല്ലാ ദിവസവും രാവിലെയും രാത്രിയും അവരോട് അതുപോലെ എന്തെങ്കിലും 2 കാര്യങ്ങൾ. രാവിലെ പറയുന്നത് മേ ബി മമ്മ ഓഫീസിലേക്ക് പോവുകയാണ്, ഐ വിൽ മിസ് യു, ഐ ലവ് യു, യു ടേക്ക് കെയർ, ഓക്കെ എന്ന് പറയുന്നത്. ഇങ്ങനെ പറയണം, അല്ലാതെ തിരക്കിൽ നമ്മൾ ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ പോയിട്ട് പോകുന്നതല്ല. അപ്പം അങ്ങനെ അത് പറയുന്നു. രാത്രി നമ്മൾ അവരോട് കിടക്കുന്ന സമയത്ത് മമ്മ ഇല്ലാതെ മോൻ ഒത്തിരി മാനേജ് ചെയ്തു അല്ലേ ഇന്ന് ഫുള്ള്, ഐ എം റിയലി ഹാപ്പി അബൌട്ട് ദാറ്റ്, സ്കൂളിലൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ എന്തെങ്കിലും 1-2 കാര്യങ്ങൾ അങ്ങനെ പറയുമ്പം അവർക്ക് ഫീൽ ചെയ്യും, വാല്യൂഡായിട്ട് ഫീൽ ചെയ്യും. അത് തന്നെ നമ്മൾ ആ ചെറിയ ഒരു ഏജ് മുതൽ പറഞ്ഞു കൊണ്ടുവരികയാണെങ്കിൽ നോർമലി മമ്മ ഓഫീസിലേക്ക് പോകുകയാണെന്ന് പറയുമ്പോൾ ഓക്കെ മമ്മ എന്ന് പറയുന്ന ലെവലിൽ അവരെത്തും. പക്ഷെ അവരെത്തുമെന്ന് ഡൗട്ട് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യാതിരുന്നാൽ നമുക്കത് കാണാൻ പറ്റില്ല. അത് കാണണമെങ്കിൽ നമ്മൾ ചെറിയ ഈ ഉറുമ്പ് അരിമണി ശേഖരിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ചെറിയ സാധനങ്ങളാണത്. അത് ഓരോ ദിവസവും 365 ദിവസം ഇൻറ്റു എത്ര വർഷം, അത്രയും തവണ നമ്മളത് ചെയ്യുമ്പം അതിന് റിസൾട്ട് കിട്ടാത്തത് വേറെ എവിടെ പോകാനാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു അറ്റൻഷൻ ഡിവൈഡായി പോവാതെ ജെന്യുവനായിട്ട് പറയണം. നമ്മുടെ ഐഡിയ അവർക്ക് അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതല്ല. രാത്രി നമ്മൾ അധികം അഡ്വൈസ് കൊടുക്കാനാണ് നോക്കാറ്. ഈ ക്വാളിറ്റി ടൈം ചെയ്യുന്ന പാരൻസ് പറയണ്ട. അപ്പം ഞാൻ അവനോട് പറയാറുണ്ട്, നാളെ മുതൽ മോൻ ഇങ്ങനെ ചെയ്യണം. അതിനല്ല നമ്മൾ ആ ടൈം യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് പ്യോർലി ഫോർ ഷെയറിങ് എ റിലേഷൻ ടു ബിൽഡ് എ കണക്ഷൻ. അത് മാത്രമായിരിക്കണം അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ഒരുപാട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എപ്പോഴും ഞാൻ ആ കിട്ടുന്ന 2 മിനിറ്റ് 1 മിനിറ്റ് മേ ബി അത് കാറിലാവാം, മെട്രോയിലാവാം, ഡ്രൈവ് ചെയ്യുമ്പോഴാവാം, നമ്മൾ നടക്കുമ്പോഴാവാം, ഇതൊക്കെ നമ്മുടെ ഐഡിയ ആണ് എപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ മിനിമം ഈ ഒരു രാവിലെയും രാത്രിയുള്ള സമയത്തെങ്കിലും നമ്മളത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റിലേഷൻ ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കുറേ കൂടെ ബെറ്ററാവും. ബട്ട് ഇറ്റ് ഡസൻ ഹാപ്പൻ ഓൾ ഓഫ് എ സഡൻ. അതൊരു മാജിക് അല്ല. ഓരോ ദിവസമായിട്ട് മെല്ലെ തന്നെ ചെയ്തു വരേണ്ട കാര്യമാണ്. അതിന് ഷോർട്ട് കട്ടില്ല. ഷോർട്ട് കട്ട് ഉണ്ടെന്ന് ആരെയും പറയുകയാണെങ്കിൽ മേ ബി യു ക്യാൻ ട്രൈ ദാറ്റ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. മാം ഹോം സ്കൂളിംഗ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഹോം സ്കൂളിങ്ങിന് കേൾക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് കേൾക്കുന്നുണ്ട്, ഒരു ട്രെൻഡായിട്ട് മാറുന്നുണ്ട്, കുറേ ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഹോം സ്കൂളിങ്ങിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? നോർമലി ഒരു കുട്ടി പോയി സ്കൂളിൽ പോയി പഠിക്കുന്നതും നമ്മൾ ഹോം സ്കൂളിംഗ് നടത്തുന്നതും തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ അതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജും. ഓക്കെ, 1-2 കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയും. എനിക്ക് തോന്നുന്നു അതായിരിക്കും അതിനകത്ത് ബെറ്റർ. കാരണം എന്നെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ ഹോം സ്കൂളിങ്ങിൽ ഇപ്പം ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അതായത് ഞാൻ റീസെൻ്റ്ലി ഒരു ഫാമിലീനെ പരിചയപ്പെട്ടത്, അവരുടെ 2 മക്കളും ഹോം സ്കൂൾഡാണ്. ഒരാളിപ്പം ഡിഗ്രിക്ക് പ്രൈവറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നു, രണ്ടാമത്തതൊരു മോളാണ്, അവൾ +2 ചെയ്യുന്നു. അപ്പം നമ്മളായിരിക്കും ഹോം സ്കൂളിംഗ് അല്ലേ, പിന്നെ എവിടെ പോയിട്ട് +2 ചെയ്യുന്നതെന്ന്. അതിന് നമ്മുടെ നാട്ടിലിപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ആളുകൾക്ക് അറിയുന്നൊരു സാധനം, അറിയാൻ സാധ്യതയുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് NIOS ആയിരിക്കും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. അവിടെ നമുക്ക് പ്രൈവറ്റായിട്ട് 10th 12th ഒക്കെ എഴുതാൻ പറ്റും. അങ്ങനെ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ഈ ഹോം സ്കൂളിങ്ങിൻ്റെ കേസിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്, കുട്ടികൾക്ക് അവരുടെ സ്പേസ് കൊടുത്തിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. പ്രഷറില്ല. അപ്പോൾ ആളുകൾ ചിന്തിക്കും നമുക്ക് പ്രഷറുള്ള ഏരിയയിലേക്ക് ഭാവിയിൽ വർക്ക് ചെയ്യേണ്ടതല്ലേ എന്ന്. അത് നമ്മൾ ഭാവിയിൽ വർക്ക് ചെയ്യാൻ പോകുന്നു ഇപ്പോഴേ തീരുമാനിക്കുന്നുണ്ടല്ലേ. ഞാനിപ്പം വേറെ എവിടെയും വർക്ക് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഞാൻ പ്രഷറില്ലാതെ എൻ്റെ സ്പേസിൽ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ ലൈഫ് ഇസ് ഓൾ അബൌട്ട് എൻജോയിങ് ഇറ്റ്. നമുക്ക് നമ്മുടെ ഒരു പേർപ്പസ് ഉണ്ടാവും, ആ പേർപ്പസിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു ഡെസിഗ്നേഷന് നമ്മൾ അതിലേക്ക് എത്തിക്കാൻ പറ്റില്ല.
ഇപ്പം ഒരു HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ, അയാൾക്കൊരു പർപ്പസ് ഉണ്ടാവും. അത് അയാൾ കണ്ടെത്തണമെങ്കിൽ കുറേ സമയം എടുക്കും. ഞാൻ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഓരോ ആളുകൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും ലൈഫിലൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫിൽ വരുന്ന പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാണ് വേണ്ടത്. അതിന് നമ്മുടെ സ്കൂൾസ് നമ്മളെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഞാൻ തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ മേ ബി ആൻസർ ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ സ്കൂളിൽ എക്സാം എഴുതിയിട്ട് മാർക്ക് കുറയുമ്പം കുട്ടികൾ ഓരോ നമ്മൾ കാണുന്നതാണ്, വാർത്തകളിലൊക്കെ കാണുന്നതാണ്, അവർ ആ സിറ്റുവേഷൻ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ChatGPT പോയി ചോദിക്കുന്നു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്, ഹൗ ഡു ഐ ഡു ദിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഓഫ് കോഴ്സ് സ്കൂൾസിൽ അങ്ങനെ ഒരു എന്താ പറയുക സ്വഭാവ രൂപീകരണത്തിനോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ഒത്തിരി നമുക്ക് ഇൻ്റർഫിയർ ചെയ്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ സ്കൂളുകൾ ആസ് ഓഫ് നൗ വളർന്നിട്ടില്ല. മേ ബി കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുമായിരിക്കും. ചെറിയ ചെറിയ പല ഇനീസിയേഷൻസും കാണുന്നുണ്ട്. ഒരു 10 കൊല്ലം കൂടെ കഴിയുമ്പോൾ മേ ബി അത് വരുമായിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മകൾ സ്കൂളിൽ പോയിട്ട് പഠിക്കണം എന്നുള്ളൊരു തോട്ട് എനിക്കിതുവരെ വന്നിട്ടില്ല. നമുക്കെപ്പോഴും മിസ് ചെയ്യപ്പോഴാണ്, അവിടെ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടായിരുന്നു, എനിക്കിന്ന് പോകാൻ പറ്റിയില്ല, ഇന്നിവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, എനിക്ക് മിസ്സായി. ഐ നെവർ ഫീൽ ലൈക്ക് ദർ ഇസ് സംതിങ് ഹാപ്പനിങ് സംതിങ് ഇസ് ഹാപ്പനിങ് ഓവർ ദെയർ ദറ്റ് ഐ ഹാവ് മിസ്ഡ് ഓർ മൈ ഡോട്ടർ ഹാസ് മിസ്ഡ്. ഞാൻ അവരോട് പക്ഷെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സ്കൂളൊക്കെ ഇങ്ങനെയൊക്കെയാണ്, ഇവിടെ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഇത്ര സബ്ജക്ട്സ് ഉണ്ടാവും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. മേ ബി നാളെ അവൾ പറയും നമുക്ക് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവിടും. പക്ഷെ അവൾ നാളെ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഷീ ഈസ് എൻജോയിങ്. അപ്പോൾ എന്നോട് ചോദിക്കും കൂടെയുള്ള കുട്ടികൾ എവിടെ പോയി കളിക്കാൻ വരുന്നത്. ഞാൻ പറഞ്ഞില്ല, അവർ സ്കൂളിൽ പോയതാണ്. ഓ മൈ ഗോഡ്, അവർ ഇപ്പോഴും വന്നില്ലേ? ഇങ്ങനെയാണ് അവൾ ചോദിക്കുന്നത്. കാരണം കുട്ടികളെത്തി ഒന്ന് ഫ്രീ ആവാൻ വൈകിട്ടാവും. അപ്പോൾ ഫുള്ള് സ്കൂളിലാണോ എന്നൊക്കെയാണ് അവളുടെ ചോദ്യങ്ങൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം എൻ്റെ മോൾക്ക് ഞാൻ കൊടുക്കുന്നത് ഒരു ടെൻഷൻ ഫ്രീ ചൈൽഡ്ഹുഡ്. എന്തിനാണ് ഇത്രയും ചെറുപ്പത്തിലേ അവരെ നമ്മൾ പ്രഷർ മാനേജ് ചെയ്യാൻ ട്രെയിൻ ചെയ്യുന്നത്? ആ ഒരു ചോദ്യം എനിക്ക് എപ്പോഴും ഉള്ളിലുണ്ടാവാറ്. മറിച്ച് ലൈഫിലെ പ്രോബ്ലംസ് മാനേജ് ചെയ്യാനാണ് അവരെ ട്രെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ പറയില്ല, അതിനകത്തൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ഇതിനകത്തുനിന്ന് സ്കൂൾസിലുള്ള പല ഡിസഡ്വാൻറ്റേജുകളും എൻ്റെ മോളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ അവളെ ഹോം സ്കൂളിങ് ചെയ്യുമ്പോഴുള്ള എൻ്റെ അഡ്വാൻറ്റേജ്. അവൾക്ക് ഞാനൊരു ബെറ്റർ ചൈൽഡ്ഹുഡാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഐ എം പ്രൗഡ് അബൌട്ട് ദാറ്റ്. അപ്പോൾ ആളുകൾ പറയും കുട്ടികൾ അവളെ സ്കൂളിൽ വിട്ടില്ല എന്ന് പറഞ്ഞാൽ നാളെ അവൾ പറയില്ലേന്ന്. എനിക്ക് തോന്നുന്നില്ല നാളെ അവൾ പറയുന്നത്. മേ ബി ഇനി അവൾ പറയുകയാണെങ്കിൽ ലെറ്റ്സ് ഹാൻഡിൽ ഇറ്റ് അറ്റ് ദാറ്റ് ടൈം. ഇപ്പോഴും പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആ ഒരു സിറ്റുവേഷനിലേക്ക് അവൾ പോകുന്നു. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട്, ഡു യു വാണ്ട് ടു ഗോ ടു സ്കൂൾ? ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ, ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ, ഇവിടെ ഇങ്ങനെയുണ്ട് ഇങ്ങനെ. അപ്പോൾ എന്നോട് അവൾ പറഞ്ഞൊരു ആൻസർ ഇതാണ്, മമ്മ കളിക്കുന്ന സ്കൂളുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞാൽ കളിക്കുന്നതല്ല, യു വിൽ ഗെറ്റ് ബ്രേക്സ്. ആ ബ്രേക്സിൽ നമുക്ക് കളിക്കാം. അപ്പോൾ അല്ലാത്ത സമയം നമ്മളിരുന്ന് പഠിക്കണം. എന്ത് പഠിക്കണം? അപ്പോൾ അങ്ങനെ നമ്മൾ ആൻസർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഷീ സൈസ് ലൈക്ക് ഇല്ല എനിക്ക് വേണ്ട, എനിക്ക് കളിക്കുന്ന സ്കൂളുണ്ടെങ്കിൽ മമ്മ പറയുന്നു. ഷീ ഈസ് ഗോയിങ് ടു എ കമ്മ്യൂണിറ്റി. ഈ ഹോം സ്കൂളിങ്ങിനുള്ള പാരൻസിനുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം അവർ അവിടെ പോകുന്നുണ്ട്. അവിടെ ഈ ഇറ്റ്സ് കംപ്ലീറ്റ്ലി എക്സ്പോഷർ, നേച്ചർ എക്സ്പോഷറാണ്. അപ്പോൾ അവിടെ പോയിട്ടാണ് അവൾ ഊഞ്ഞാലിൻ്റെ മുകളിൽ വലിഞ്ഞു കയറാനും മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറാനൊക്കെ പഠിച്ചത്. അതൊക്കെയല്ലേ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ കാണുന്ന എ ഫോർ ആപ്പിൾ, ബി ഫോർ ബാറ്റ് എന്നാലും പഠിക്കും. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ ആ ലാംഗ്വേജിലേക്ക് ട്രെയിൻഡ് ആവും. ആൻഡ് സ്റ്റിൽ ഷീ സ്പീക്സ് ഇൻ ബോത്ത് ലാംഗ്വേജസ്. ഇപ്പോൾ ഹിന്ദി പഠിക്കാൻ തുടങ്ങി. മലയാളം ഇംഗ്ലീഷും നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ ഹിന്ദി വേണമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ പഠിക്കുകയാണ്. എനിക്ക് പ്രഷറില്ല അതിൻ്റെ മുകളിൽ. ഞാൻ എന്തിനാണ് ആ പ്രഷർ എടുക്കുന്നത്? അത്ര എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ള ഹോം സ്കൂളിങ് ചെയ്യുന്ന പേരൻസ് ഞാൻ ഈ പറഞ്ഞില്ലേ, അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ ഹോം സ്കൂളിങ് ചെയ്യുമ്പം ദാറ്റ് വാസ് മേ ബി 15-18 years ബാക്ക്. നിനക്കെന്താ ഭ്രാന്താണോ കുട്ടീനെ ഇങ്ങനെ വീട്ടിലിരുത്തി പഠിപ്പിക്കാനെന്ന്? അതിൻ്റെ അകത്തുനിന്ന് ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന ലെവലിൽ ഹോം സ്കൂളിങ് എത്തി. നാളെ ഓഫ് കോഴ്സ് അത് ഗ്രോ ചെയ്യാൻ പോവാണ്. സോ എനിക്ക് തോന്നുന്നു അത്രയാണ് അതിനകത്ത് എനിക്ക് പറയാനുണ്ടാവുകയെന്ന്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പേഴ്സണൽ എക്സ്പീരിയൻസസ്. ഹോം സ്കൂളിങ് കഴിഞ്ഞു. ഇപ്പം ആ ഒരു കുട്ടി പറയുകയാണ്, ഒരു എക്സാമ്പിൾ ഞാൻ പറയണം, ആ കുട്ടി ഒരു 5ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പറയും എനിക്കിനി സ്കൂളിൽ പോയി പഠിക്കണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ഈ കുട്ടി ബാക്ക് ടു സ്കൂളിൽ പോവുകയാണ്. ഹോം സ്കൂളിങ് കഴിഞ്ഞ ശേഷം സ്കൂളിലോട്ട് പോവുകയാണെങ്കിൽ അതവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും? അതുപോലെ തന്നെ നോർമലൈസ് ചെയ്ത് അതിന് പോകാൻ സാധിക്കുമോ? ഇങ്ങനെ കുറേ ഡൗട്ട്സ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഹോം സ്കൂളിംഗ് ആക്ച്വലി ഒരു പരിധി കഴിഞ്ഞാൽ നിർത്തി പിന്നെ നമ്മൾ സ്കൂളിലോട്ട് പോകുക എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഇല്ല. നമുക്ക് എത്ര ഏജ് വരെ വേണമെങ്കിലും ഹോം സ്കൂളിംഗ് ചെയ്യാം. 18 years അവരുടെ ഗ്രാജുവേഷനും അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പ്രൈവറ്റായിട്ട് എക്സാംസും എഴുതാൻ പറ്റും. കുറേ കുട്ടികൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ MPhil PhD ഒക്കെ പുറത്തുള്ള യൂണിവേഴ്സിറ്റീസിൽ പോയിട്ട് പഠിക്കുന്നവരുണ്ട്.
അതുപോലെ തന്നെ കുട്ടികൾ പല ഏജിൽ, അതായത് 5 ഇയേഴ്സിലോ അല്ലെങ്കിൽ മേ ബി 10 ഇയേഴ്സ് 12 ഇയേഴ്സ്, ഇങ്ങനെ പല ഏജ് എത്തുന്ന സമയത്ത് അവർക്ക് പോകണമെന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസ് ഇല്ലാതെ ആകുമ്പോൾ പാരൻസ് അവരെ സ്കൂളിൽ വിടുന്നതോ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കുട്ടികളായിരിക്കും പിന്നെയും കുറച്ചുകൂടെ ബുദ്ധിമുട്ട്. കാരണം നമ്മളൊരു ഗ്രാജുവേഷൻ ഏജ് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു 18 ടീനേജ് കഴിഞ്ഞു നമ്മൾ 20ലേക്ക് കയറി കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ കുട്ടികളുടെ കാര്യം അങ്ങനെയല്ല. ഒരു 6 ഇയേഴ്സ് 8 ഇയേഴ്സ് 10 12 എസ്പെഷ്യലി ടീനേജ് തുടങ്ങി കഴിഞ്ഞാലൊക്കെയുള്ള സമയത്താണ് നമ്മൾ സ്കൂൾസിൽ പോകുന്നുണ്ടെങ്കിൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒന്ന് എന്താ പറയുക, ഒറ്റപ്പെടൽ എന്ന് പറയില്ലേ, ആ ഒരു സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ഹോം സ്കൂളിങ്ങിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് കുട്ടികൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിപ്പം 1-2 പേഴ്സണൽ ഇൻസ്റ്റൻസ് ഉണ്ടായതിൻ്റെ ബേസിലാണ് ഞാൻ അതും കൂടെ പറയുന്നത്. ചില കുട്ടികൾ, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള കുട്ടികൾ സ്കൂളിൽ പോയിട്ട് സ്കൂൾ ഇഷ്ടമായിട്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. അത് ഇഷ്ടമാവാഞ്ഞിട്ട് തിരിച്ചു വരുന്നവരുമുണ്ട്. ഇനി അവിടെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ ചില കുട്ടികൾക്ക് മാത്രം റൈറ്റിങ്ങിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാരണം സ്കൂളിൽ എന്ന് പറയുന്നത് ഒരു റേസാണ്, അവരതിന് പ്രിപ്പയർഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പേരൻസിന് അത്ര എക്സ്പെക്റ്റേഷനുള്ളൂ. അപ്പോൾ എന്നോടൊപ്പം റീസെൻ്റ്ലി കണ്ടപ്പം പുള്ളിക്കാരി ആങ്കറൊക്കെയാണ്. അപ്പോൾ ആളെന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എല്ലാത്തിലും ഇവിടെ നിന്ന് പാസ്സായാൽ മതി. കാരണം നമ്മൾ സ്കൂളിൽ പോകുന്നതല്ലേ, അപ്പം അടുത്ത ഗ്രേഡിലേക്ക് പോകണമെങ്കിൽ പാസ്സാവണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ആ ഒരു ചാലഞ്ച് അവർ ഫേസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നല്ലതാണെന്ന്. അത് നാച്ചുറലി വരുന്നൊരു ചാലഞ്ചാണ്, റൈറ്റ്? അപ്പോൾ അതിനെ അവർ ഫേസ് ചെയ്ത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. ആസ് പേരൻസ്, എസ്പെഷ്യലി ഈ ഹോം സ്കൂളിങ് ചെയ്യുന്ന പേരൻസ് ചുമ്മാതെ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല. അധികം ആളുകളും നന്നായിട്ട് റിസർച്ച് ചെയ്ത് അവരുടെ പ്രൊഫൈലൊക്കെ നമ്മൾ നോർമൽ എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. അവർ ചെയ്യുന്ന ജോലി ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഒക്കേഷണലി ആയിരിക്കും, അതിൻ്റെ ഫ്രീക്വൻസി പലതരമായിരിക്കും, ടൈമിംഗ് വേറെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആളുകളാണ് അധികവും ഈ ഹോം സ്കൂളിങ്ങിലേക്ക് വരുന്നത്. അല്ലാതെ ഒരു 9 to 5 എന്ന് പറയുന്ന ജോബിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ അധികവും ഹോം സ്കൂളിങ് ചെയ്യുക, കാരണം അവർക്ക് വേറെ ഓപ്ഷനും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൻസ് കുറച്ചുകൂടെ എംപവേർഡാണ്, അങ്ങനെ പറയാൻ എനിക്കതിനിഷ്ടം. നമ്മളിപ്പം ഞാൻ അമ്മമാർക്ക് കൊടുക്കുന്നതും എംപവേർഡ് പേരൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതാണ്, അല്ലാതെ പോസിറ്റീവ് പേരൻറ്റിങ് ഞാൻ ചെയ്യാറില്ല. പിന്നെ നമ്മൾ പറയുന്ന വേറെന്തോ ഒരു പേരുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഞാനതിന് ചെയ്യാതെ എംപവേർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും പേരൻസ് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ പറയില്ല അതിനുള്ള പവർ വേണമെന്ന് പറയില്ലേ, അതിലേക്കാണ് നമ്മൾ അവരെ ലീഡ് ചെയ്യുന്നത്. അതും ഞാൻ ചെയ്യുന്നത് അമ്മമാർക്ക് വേണ്ടി മാത്രമാണ്, ബിക്കോസ് അവരാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്. ഇപ്പോൾ ഹോം സ്കൂളിങ് ചെയ്യുകയാണെങ്കിലും അച്ഛനുള്ള റോളിനേക്കാൾ കൂടുതൽ അമ്മയ്ക്കായിരിക്കും അവിടെ റോള് വരുന്നുണ്ടാവുക. അപ്പം നമ്മളങ്ങനെ എംപവേർഡ് ആയിട്ടുള്ള പേരൻസാണ് സത്യം പറഞ്ഞാൽ ഒട്ടുമിക്ക ഹോം സ്കൂളിങ് ചെയ്യുന്ന കുട്ടികളുടെയും പേരൻസ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് പേരൻസ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കത് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. പക്ഷേ എന്നാലും അവിടെ പോയിട്ടുള്ള കുട്ടികൾക്ക് പൊതുവേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, അവർക്ക് ഫീൽ ചെയ്യും അവരുടെ ചിന്താഗതിയും ഈ സ്കൂളിലുള്ള കുട്ടികളുടെ ചിന്താഗതിയും ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ എന്ന്. അതിൽ സ്ട്രോങ് പേഴ്സണാലിറ്റീസ് ആയിട്ടുള്ള കുട്ടികൾ എപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. നമ്മുടെ പേഴ്സണാലിറ്റി കുറച്ച് വീക്കാണെങ്കിൽ നമ്മൾ ആ ക്രൗഡിലേക്ക് ബ്ലെൻഡ് ഇൻ ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലും ഉള്ളത്. അങ്ങനെയാണ് ഇതുവരെയുള്ള ഒരു പാറ്റേൺ സ്റ്റഡി ചെയ്യുമ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നതും ഞാൻ കാണുന്ന എക്സാമ്പിൾസും അങ്ങനെ തന്നെയാണ്. അത് അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ലൈൻ എന്ന് പറയുന്നത് സത്യത്തിൽ സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവരുടെ പേഴ്സണാലിറ്റി സ്ട്രോങ് ആണെങ്കിൽ, നമ്മൾ പറയില്ലേ പഠിക്കാനുള്ള കുട്ടികൾ എവിടെയാണെങ്കിലും പഠിക്കുന്നത്, അതുപോലെ അവരുടെ പേഴ്സണാലിറ്റി സ്ട്രോങ് ആണെങ്കിൽ അവർ സ്കൂളിൽ പോയാലും ഇല്ലെങ്കിലും അവരെവിടെ ചെല്ലുന്നോ അവിടെ അവരെപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലാണ്. അപ്പോൾ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മളൊരു ടീച്ചർ, അതുപോലെ തന്നെ പേരൻസ്, ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ടീച്ചേഴ്സ് മിക്കപ്പോഴും ഈ പറയുന്ന ഒരു ഇയർ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു ട്രെയിനിങ് കൊടുക്കാറുണ്ട്. പേരൻസിന്, എല്ലാ പേരൻസിനും ഒരു ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. ഈ ഒരു 10 മാസം ഒരു അമ്മ ഗർഭിണിയായി ഒരു 10 മാസം ആ ടൈം സത്യത്തിൽ ഒരു പേരൻ്റ് ആവാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് രണ്ടുപേർക്കും, അമ്മയ്ക്കും അച്ഛനാണെങ്കിലും. പക്ഷെ നമ്മളവിടെ സെപ്പറേറ്റ് ട്രെയിനിങ് ഒന്നും അവർക്ക് കൊടുക്കുന്നില്ല. പേരൻറ്റിങ് എന്ന് പറയുമ്പോൾ മാമിനാണെങ്കിലും, മാം ഫസ്റ്റ് പേരൻ്റ് ആയപ്പോഴായിരിക്കും അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയത്. അപ്പോൾ അവരോട് എന്ന് പറഞ്ഞാൽ പേരൻസിനോടും അതുപോലെ തന്നെ ടീച്ചേഴ്സിനോടും പൊതുവെ പറയാനായിട്ട് മാമിന് പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും?
ഓക്കെ, ഇതിൻ്റെ ആദ്യത്തെ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി ഒരു ഓൺലൈൻ കൺസൾട്ടിങ് ഫേം റൺ ചെയ്യുന്നുണ്ട്. അപ്പം ഹാർട്ട് ടു ഹാർട്ട് എന്നാണ് അതിൻ്റെ പേര്. ബിക്കോസ് ഐ വാണ്ടഡ് ഇറ്റ് ടു ബി ഫ്രം ഹാർട്ട് ടു അനദർ ഹാർട്ട്, അതുകൊണ്ടാണ് ആ പേരിട്ടേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കല്യാണി പറഞ്ഞത്, അതായത് പേരൻസിനെ ട്രെയിൻ ചെയ്യാം. നമ്മളതിൻ്റെ പോസിബിലിറ്റീസ് ഒത്തിരി നോക്കിയിരുന്നു. അപ്പോൾ അതിനകത്ത് വന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്, ഈ ഒരു സമയത്ത് അവരെ ട്രെയിൻ ചെയ്യാൻ അവർ കംപ്ലീറ്റ്ലി റെഡിയല്ല ഇൻ ദ സെൻസ് അവരൊരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ലാലാ ലാൻഡിലാണെന്ന് പറയില്ലേ, അങ്ങനെയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ, അതായത് ഒരു 7 months ഒക്കെ ആയി കഴിയുമ്പോഴേക്ക് സ്ട്രഗിൾസ് കൂടി തുടങ്ങുമ്പം, ഇത് അഗൈൻ ഡിപ്പെൻസ് ആണ് കേട്ടോ, പല ആളുകൾക്കും പലതരത്തിലാണ്. ഇപ്പം എൻ്റെയൊക്കെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവൾ ഫസ്റ്റ് 6 months ഒട്ടും അറിഞ്ഞിട്ടില്ല എന്ന് പറയില്ല, ഷി വാസ് വെരി ബിസി വിത്ത് ദ ജോബ്. അപ്പോൾ ഓരോരുത്തരും പലതരത്തിലാണ്. എന്നാലും നമ്മളതിനെ മാക്സിമം സ്റ്റാൻഡർഡൈസ് ചെയ്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ആ ഒരു ലെവലിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളത് കൊളാബറേഷനിൽ ഇരിക്കുകയാണ്, അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് വൺ തിങ്. സെക്കൻഡ്, ആ സമയത്ത് കൂടുതലും പേരൻസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം എസ്പെഷ്യലി അമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മാരിഡ് കപ്പിൾസ് പണ്ടത്തതുപോലെയല്ല, കുറേ കൂടെ അണ്ടർസ്റ്റാൻഡിങ്ങും അവരുടെ സൈഡിൽ നിന്ന് ഒരു 50% ഇല്ലെങ്കിലും 30% പറ്റണം എന്ന് പറയുന്ന തോട്ടുള്ള ആളുകളുമാണ് ഇപ്പോൾ ഉള്ള അധികം അച്ഛന്മാരും അല്ലെങ്കിൽ ജെൻസും. അപ്പോൾ അതുകൊണ്ട് അവർ ഈ ബർത്ത് കോച്ചസിനെ പൊതുവെ അവർ അറ്റൻഡ് ചെയ്യും, ബിക്കോസ് ദാറ്റ് സംതിങ് ദാറ്റ് നീഡ്സ് ടു ബി ദെയർ. ഇത് ആളുകൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദർ ഇസ് നത്തിങ് ദാറ്റ് ഇസ് മാൻഡേറ്ററി അല്ലേ. ഇപ്പം ഈ പറഞ്ഞതുപോലെ നമ്മളൊരു പാരൻ്റ് ആയി കഴിയുമ്പം അങ്ങനെ തന്നെ പിന്നെ നമുക്ക് കുറേ അഡ്വൈസ് തരുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ കുറേ റിലേറ്റീവ്സ്, ഇങ്ങനെ കുറേ ആളുകൾ, അമ്മായിമാർ, അമ്മാവന്മാർ, എനിക്കറിയില്ല ആരൊക്കെ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത്, എവ്രിബഡി, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി, പലരും പല അഭിപ്രായങ്ങളും പറയും. അപ്പം നമ്മൾ അതിനകത്ത് കുറേയൊക്കെ എടുക്കും, കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ചില സമയത്ത് ചില ലേഡീസിനത് ഷോക്കാണ്, ഞാൻ ഇങ്ങനെയല്ല എക്സ്പെക്ട് ചെയ്തത്, ബിക്കോസ് ദേ വെയർ ഇൻ എ ഡിസ്നി ലാൻഡ് എന്ന് പറയുന്ന അവസ്ഥയിൽ. അപ്പം അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് വൺ തിങ്. ഇതുവരെ നമുക്കൊരു എന്താ പറയുക കംപ്ലീറ്റ് ആൻസർ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, കാരണം ഈ ചാലഞ്ചസ് വളരെ കൂടുതലാണ്. പിന്നെ ഇതുപോലെ ടീച്ചേഴ്സിനോടും പേരൻസിനോടും പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, എല്ലാ ഏരിയയിലും നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് എ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്ത്, നമ്മൾ നേരത്തെ ചോദിച്ചില്ല ഒരാൾ സ്കിൽഡ് ആവുക എന്ന് പറഞ്ഞില്ലേ, സ്കിൽഡ് ആവുക എന്ന് പറയുന്നതാണ് ഒരു ബെറ്റർ വേ എന്ന് തോന്നുന്നു. അപ്പം പേരൻറ്റിങ്ങിൽ ഇങ്ങനെ സ്കിൽഡ് ആവുക എന്ന് ചോദിക്കും, നമ്മൾ കൂടുതലും മെൻ്റലിയാണ് സ്കിൽഡ് ആവേണ്ടത്, അല്ലാതെ ഫിസിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ നമ്മൾ എങ്ങനെയായാലും നമ്മളത് പഠിക്കും. കാരണം ഒരു കുട്ടി കരയുമ്പോൾ പാലിനാണ് കരയുന്നത്, അല്ലെങ്കിൽ അതിന് ഡയപ്പർ ചേഞ്ച് ചെയ്യണം, ഡ്രസ്സ് മാറിക്കൊടുക്കണം, ദിവസവും കുളിപ്പിച്ചില്ലെങ്കിൽ വൃത്തി ഉണ്ടാവില്ല, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇതിന് സത്യത്തിൽ നമുക്ക് ഒത്തിരി ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. അതിനാണ് ആളുകൾ എപ്പോഴും വരാറുള്ളത് അല്ലേ. പിന്നെ അതല്ലാത്ത കാര്യങ്ങളിലും ഉണ്ട്, ഇൻ്റർഫിയർ ആവശ്യമില്ലാത്ത എല്ലാത്തിലും ഭയങ്കര ന്യൂസി ആയിട്ടുള്ള ആളുകളും ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ മെൻ്റലി കുറച്ചുകൂടെ എംപവേർഡ് ആവുക, അല്ലെങ്കിൽ സ്കിൽഡ് ആവുക, ട്രെയിൻഡ് ആവുക എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പേരൻറ്റിങ്ങിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു ലൈഫിലൊരു കുഞ്ഞ് വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ, അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ജനറലൈസ് ചെയ്ത് പേരൻറ്റിങ് ഏരിയ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ടീച്ചേഴ്സ് പിന്നെയാണ് വരുന്നത്. എന്നോട് ഒരു ചോദ്യം നേരത്തെ ചോദിച്ചിട്ട് പിന്നെ അത് നമ്മൾ സംസാരിക്കുമ്പോൾ അത് വിട്ടുപോയി, അതെവിടെയോ എനിക്കറിയില്ല. അപ്പോൾ അതിനകത്ത് ആദ്യം കാണുന്നത് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് മോണ്ടിസറി ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിരുന്നു. ഞാനത് എഡിറ്റ് ചെയ്ത് മാറ്റണം എന്ന് കരുതിയിരുന്നതാണ്, പക്ഷെ നമ്മൾ ആ ക്വസ്റ്റ്യൻ പിന്നെ റിമൂവ് ചെയ്തു. ആക്ച്വലി ആദ്യമായിട്ട് കാണുന്ന ടീച്ചേഴ്സ് അല്ല, പേരൻസ് ആണ്. ഒരു കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് സത്യത്തിൽ പേരൻ്റാണ്, ഇഫ് ടേക്കൺ അറ്റ് ദ റൈറ്റ് ടൈം. ആ വിൻഡോ നമ്മളെപ്പോഴും മിസ്സായി പോകാറിയാതെ. ആ 0 to 6 എന്ന് പറയുന്നത് നമ്മൾ പേരൻറ്റിങ് പഠിക്കുകയും വീണ്ടും ട്രൈ ചെയ്യും, വീണ്ടും മാറ്റി ചെയ്യുന്നു, ട്രയൽ ആൻഡ് എറർ പീരീഡ് എന്ന് പറയുന്നതാണ് ആ 0 to 6, വിച്ച് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ ആൻഡ് വൾണറബിൾ പീരീഡ്. നമ്മൾ ചില സമയത്ത് പറയില്ല, കുട്ടികൾ തുറന്ന കടലാസാണ്, എന്ത് വേണേൽ എഴുതാൻ പറ്റില്ല, അത് വേറെ കാര്യം. എന്നാലും നമ്മുടെ കുട്ടിയുടെ പേഴ്സണാലിറ്റിയിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന പീരീഡ് എന്ന് പറയുന്നത് ആ ഒരു 0 to 6 വിൻഡോ ആണ്. പല പേരൻസും അത് അറിയാതെ പോകാറുണ്ട്. അപ്പം എനിക്ക് പറയാൻ തോന്നുന്നൊരു ഒരാളോട് ഷെയർ ചെയ്യുന്നൊരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും പറയാം ഈ ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ
ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും, ഇനി ഒരു ടീച്ചറാണെങ്കിലും, എസ്പെഷ്യലി പ്രീ സ്കൂൾ ടീച്ചേഴ്സാണ്, ഏർലി ചൈൽഡ്ഹുഡിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ സമയത്തുള്ള കുട്ടികളോടാണ് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരാളാണെങ്കിൽ 0 to 6 വിൻഡോ ഒരിക്കലും മിസ് ചെയ്യരുത്. അതിനകത്തുള്ള ഓരോ പീരീഡുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പേരൻ്റ് ആവുന്ന ഒരാൾക്കായിരിക്കും അത് കൂടുതലായിട്ട് യൂട്ടിലൈസ്ഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് ഒരു കുട്ടി വേണം, അല്ലെങ്കിൽ നമ്മളൊരു കുട്ടി ഉണ്ട് എന്നുള്ളതാണെങ്കിൽ ആ വിൻഡോ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചെയ്യുന്നത് മുഴുവൻ സത്യം പറഞ്ഞാൽ റിപ്പയറിങ് വർക്കുകളാണ്. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഡാമേജിനെ നമ്മൾ റിപ്പയർ ചെയ്യുകയാണ്. പേരൻസിനോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ആ 0 to 6 എന്ന് പറയുന്ന ആ വിൻഡോ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. പിന്നെ എവറി പാരൻറ്റ് നോസ് വാട്ട് ഹർ ചൈൽഡ് ഡിസേർവ്സ്, റൈറ്റ്? അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നമുക്ക് നമ്മളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, നമുക്ക് നമ്മളെ തന്നെ എംപവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ദ ഓൺലി ക്വസ്റ്റൻ ഈസ് വെദർ യു വാണ്ട് ദാറ്റ് ഓർ നോട്ട്. അത്രയേ ഉള്ളൂ, റൈറ്റ്? ഓക്കെ മാം. അപ്പം ഭയങ്കര വലിയൊരു വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയിൽ കുറച്ച് സമയമാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മോണ്ടിസോറിയെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. അതുപോലെ തന്നെ പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഒരു ഹോം സ്കൂളിങ്ങിനെ കുറിച്ചിട്ട് ഒരു പുതിയ ടോപ്പിക് തന്നെയായിരുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഹോം സ്കൂളിംഗ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഇൻഡെപ്തായിട്ട് കുറേ കാര്യങ്ങൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കോൺവെർസേഷൻ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് എനിക്കും ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാര്യങ്ങൾ ആളുകളോട് പറയണമെന്ന് ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വെന്യൂവിൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റി. അതും കല്യാണിയുടെ കൂടെ തന്നെ. ബിക്കോസ് ആസ് യു നോ വി ആർ കണക്റ്റഡ് ത്രൂ TTII. അപ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി TTII തന്നു. ഐ വാണ്ടഡ് ടു എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദെം ആസ് വെൽ. സോ താങ്ക് യു എവറി വൺ. താങ്ക് യു സോ മച്ച് മാം ഫോർ യുവർ വാല്യുബിൾ ടൈം. അപ്പോൾ പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് പുതിയൊരു ഗസ്റ്റ് ആയിരിക്കും വരുന്നത്, പുതിയ ഇൻഫോർമേഷൻസ് ആയിരിക്കും വരുന്നത്. സോ അതുവരെ സൈനിങ് ഓഫ്, കല്യാണി എസ്തേവ്.